commonly given to children as an attempt to assess the nonverbal aspect of intelligence, such as spatial perception. അത് റാവൻ പ്രോഗ്രസീവ് മെട്രിക്സ് a good example of non-verbal test ആണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്കുള്ള സെക്കൻഡ് ഫോം ബോർഡ് പറഞ്ഞതുപോലെ തന്നെ ഒരു നോൺ വെർബൽ ടെസ്റ്റ് ആണ് റാവൻ പ്രോഗ്രസീവ് മാട്രിസസ് എന്ന് പറയും. അതായത് CPM എന്ന് പറയും. അതും നോൺ വെർബൽ ടെസ്റ്റ് ആണ്. അത് ഇതുപോലെ കളേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള പാറ്റേൺ ഒക്കെ വെച്ചിട്ട് അതെങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്യാന്ന് ചോദിക്കുന്നതാണ്. അതിനകത്തും തീരെ ലാംഗ്വേജ് ഇല്ല. ഇതൊക്കെയാണ് നമ്മുടെ എക്സാമ്പിൾസ് പെർഫോമൻസ് ടെസ്റ്റ്. ഇനി വേറെ പെർഫോമൻസ് ടെസ്റ്റ് ഞാൻ പറഞ്ഞു, പിന്നെ പസിൽസ് അസംബിൾ ചെയ്യുക, അല്ലെങ്കിൽ പിക്ചേഴ്സ് കറക്റ്റ് സീക്വൻസ് വെക്കുക. ഇപ്പൊ ഒരു ബേർഡിന്റെ ആണെങ്കിൽ ഒരു ബേർഡിന്റെ പിക്ചറിനെ നമുക്ക് കട്ട് ചെയ്യാം, എന്നിട്ട് ആ ബേർഡിനെ കറക്റ്റ് രീതിയിൽ അറേഞ്ച് ചെയ്യുക. അപ്പൊ ഇതിനൊക്കെ ടൈം ഉണ്ട്. ടൈം വെച്ചിട്ട് അത് നമ്മളിപ്പം ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ IQ അസസ്മെന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു കാർഡ് എടുത്ത് വെച്ച് അതിനകത്ത് കൃത്യമായ ഒരു പിക്ചർ വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര ടൈമിനുള്ളിൽ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഏജ് വയസ്സാണ് ചെയ്യേണ്ടത്. അപ്പൊ 7 വയസ്സായ കുട്ടി ചെയ്യുന്ന ടൈമിലായിരിക്കില്ല 12 വയസ്സായ കുട്ടിക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 25 ഇയേഴ്സ് ആയ ആളിന് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ടൈമും പിന്നെ ഏജും കൂടി വച്ചിട്ടായിരിക്കാം മിക്കപ്പോഴും നമ്മളെ ടൂളിൽ ഓരോ അസസ്മെന്റ് ചെയ്യുന്ന IQ ടൂൾസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ്. അപ്പൊ ഇതൊക്കെ മിസ്സിംഗ് പോയിന്റ് ഓഫ് എ പിക്ചർ. ഒരു പിക്ചർ കാണിച്ചിട്ട് അങ്ങനത്തെ ഏതാണ് മിസ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. അതുപോലെ ഒബ്ജക്റ്റ് അസംബിൾ, ഇപ്പോൾ ഒരു ഹോസിന്റെ ആണെങ്കിൽ അതിന്റെ പല പാർട്ട് വെച്ചിട്ട് കുട്ടിയോട് ഇത്ര സമയത്തിനുള്ളിൽ ഇതിനെ വെച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ ഉണ്ടാക്കാൻ പറയാം, കേക്കിന്റെ, അങ്ങനെയൊക്കെ. അതൊക്കെ ഈ പാക്കേജിനകത്ത് ഉണ്ടാവും. ഇപ്പൊ IQ അസസ് ചെയ്യുന്നതിന്റെ ഓരോ നമ്മൾ മേടിക്കുമ്പോൾ അതിനകത്ത് ഇതിന്റെ കാർഡ്സും കാര്യങ്ങളും കണ്ടന്റ്സും ഉണ്ടായിരിക്കും. ഇനി അപ്പൊ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് യൂണിറ്റ് 1 ഉണ്ടായിരുന്ന കാര്യങ്ങൾ. ഇനി മെയിനായിട്ട് ബ്ലോക്ക് 1 യൂണിറ്റ് 2 പറയുന്നത് മെത്തേഡ്സ് ഓഫ് ബിഹേവിയറൽ അസസ്മെന്റ് ആണ്. അത് ബിഹേവിയർ പാർട്ടിന് നമ്മളിത് ആദ്യത്തെ ജനറൽ ഇൻട്രൊഡക്ഷനകത്ത് പറഞ്ഞു എന്താണ് ബിഹേവിയർ, എങ്ങനെയാണ് ബിഹേവിയർ അസസ്മെന്റ് ചെയ്യുന്നതെന്നൊക്കെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി അതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനകത്ത് പറയുകയാണ്. അപ്പോൾ ഫോർ ദ ബിഹേവിയർ തെറാപ്പിസ്റ്റ് ദിസ് ഇൻവോൾവ്സ് ഐഡന്റിഫൈങ് പ്രോബ്ലം ബിഹേവിയർ, അല്ലെ? ബിഹേവിയറൽ അസസ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രോബ്ലം ഉണ്ട് ബിഹേവിയറിനാണ് നമ്മൾ അവിടെ അസസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിമുലേറ്റ് ദാറ്റ് ആർ പ്രസന്റ് വെൻ ദ ടാർഗറ്റ് ബിഹേവിയർ ഒക്കെ അലോങ് വിത്ത് അസോസിയേറ്റഡ് കോൺസിക്വൻസ്. എങ്ങനെയാണ് ഒരു പ്രോബ്ലം നമ്മൾ അസസ് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പം ബിഹേവിയറൽ അസസ്മെന്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പൊ വീട്ടിൽ നിന്ന് വന്ന് പറയാന ഭയങ്കരമായിട്ടുള്ള വാശിയാണ് കുട്ടിക്ക്, ഭയങ്കരമായിട്ട് നിലത്ത് കിടന്ന് ഉരുളും, വാശി വന്നാൽ ഒരു രക്ഷയില്ല എന്നാണ് പാരൻസ് പറയുന്നുണ്ടെങ്കിൽ, നമ്മളൊരു ശരിക്കും ബിഹേവിയറൽ അസസ്മെന്റ് ചെയ്യുമ്പോൾ എപ്പോഴാണ് ആ ബിഹേവിയർ ഉണ്ടായത്, അതായത് ഈ കുട്ടി നിലത്ത് വെച്ച് ചാടി കരയുക അല്ലെങ്കിൽ നിലത്ത് കിടന്ന് ഉരുളുന്നതിന് തൊട്ട് മുമ്പ് എന്തായിരുന്നു, എന്ത് സ്റ്റിമുലയാണ്, എന്ത് കൊണ്ടായിരിക്കും ഈ കുട്ടി ഇങ്ങനെ ബഹളം കാണിച്ച്, അപ്പൊ അതിന് മുന്നേ ഉള്ള ഒരു സ്റ്റിമുല എന്തായിരുന്നു, സിറ്റുവേഷൻ എന്തായിരുന്നു. ഓക്കെ, അന്നേരം അവർ പറയും ഇന്ന കാരണങ്ങൾ വരുമ്പോഴാണ് കുട്ടി ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ആ സ്റ്റിമുലേ, അപ്പൊ ഒരു സ്റ്റിമുലേ കാരണമാണ് അവിടെ ഒരു ബിഹേവിയർ വന്നത്. ഇനി ആ ബിഹേവിയർ കഴിഞ്ഞിട്ട് ആ സമയത്ത് നിങ്ങൾ അതിന് ശേഷം ചെയ്ത കോൺസിക്വൻസസ് എന്തൊക്കെയാണ്. അപ്പൊ ഈ രീതിയിൽ മുന്നേ ഉള്ള കാര്യം, പ്രസന്റ് ഉള്ള കാര്യം, അതിനുശേഷം വന്നിട്ടുള്ള കോൺസിക്വൻസ് എന്തായിരുന്നെന്നാണ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ സാധാരണ ബിഹേവിയറൽ അസസ്മെന്റ് ചെയ്യുന്നത്. അതിന് പ്രത്യേകം തെറാപ്പി അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ബിഹേവിയറൽ പ്രോബ്ലം അസസ് ചെയ്യുന്നതിനും ലേൺ ചെയ്യുന്നതിനും മെത്തേഡ്സ് ഉണ്ട്. അതിനാണ് നമ്മൾ ABA പറയും, അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ്. അതാണ് സാധാരണ ബിഹേവിയറൽ അസസ്മെന്റിന് ഉപയോഗിക്കുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത്. ടൂളല്ല, മെത്തേഡാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് വെച്ചിട്ടാണ് ഇവരുടെ ബിഹേവിയറൽ പ്രോബ്ലംസ് ചെയ്യുന്നത്. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. DRA, DRO എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് നമ്മളിപ്പോ സാധാരണ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, പോസിറ്റീവ് പണിഷ്മെന്റ് ആൻഡ് നെഗറ്റീവ് പണിഷ്മെന്റ്. എന്താണെന്നറിയോ? അതായത് പോസിറ്റീവ്, ഇതാണ് നമ്മൾ സാധാരണ ലേണിംഗ് ബിഹേവിയറിനകത്ത് ഉപയോഗിക്കുന്ന മെത്തേഡ്സ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. 4 എണ്ണമാണ്. അതായത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്താണ്, നല്ല കാര്യം ചെയ്യുമ്പോൾ കുട്ടി, അല്ലെങ്കിൽ നമ്മൾ വലിയ ആൾക്കാരാണെങ്കിൽ പോലും നന്നായി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഗുഡ് പറയും, അല്ലെ? നമുക്കത് വേണം,
നമ്മൾ നന്നായിട്ടൊരു കാര്യം പ്രസന്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തു. പലപ്പോഴും നമ്മൾ ബിഹേവിയർ നമ്മൾ തെറ്റുന്നത് നമുക്ക് റെയിൻഫോഴ്സ്മെന്റ് കിട്ടാത്തത് കൊണ്ടാണ്. ഇപ്പൊ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് കുക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അത് ചിലപ്പോൾ എന്താണ് ഹസ്ബൻഡോ മക്കളോ ഒന്നും കൃത്യമായിട്ട് റീഇൻഫോഴ്സ്മെന്റ് പറയില്ല. പക്ഷെ നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് കിട്ടിയാലോ, കൊള്ളാം, നല്ല രുചിയുണ്ട്, അല്ലെങ്കിൽ ഇച്ചിരി മധുരം കൂടി ഇടാമായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ നേരെ തിരിച്ച് എന്തുവായത് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒട്ടും കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അല്ല കേട്ടോ, അത് നെഗറ്റീവ് പണിഷ്മെന്റ് ആണ് നമുക്ക്. അപ്പം നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അവാർഡ്, ഇപ്പൊ നമ്മൾ ഹഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരു അപ്രീഷിയേറ്റും പറയുന്നു, ഗുഡ് പറയുന്നു, സ്റ്റാർ പറയുന്നു, അത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഇനി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമുക്ക് മാറ്റിത്തരും. ഇപ്പൊ നമുക്ക് കുട്ടിക്കാണെങ്കിൽ എന്താണ് മാത്സ് ഹോംവർക്ക് ചെയ്യാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ വേറെന്തെങ്കിലും എടുക്കുക, സ്വിമ്മിങ്ങിന് പോകാൻ ഇഷ്ടമില്ല. അപ്പൊ അവൻ അന്ന് ബിഹേവിയർ പ്രോബ്ലം ഉള്ള കുട്ടി അന്ന് നല്ലൊരു കാര്യം ചെയ്തുവെങ്കിൽ അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ അന്ന് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. അപ്പൊ നമുക്കും ചില നേരം എന്താ പറയാ, നമ്മൾ കുറച്ച് നല്ല കാര്യങ്ങൾ വീട്ടിൽ ചെയ്തു, അന്നേരം പ്ലേറ്റ്സ് നമുക്ക് നൈറ്റിൽ കഴുകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അന്ന് മക്കളോ അല്ലെങ്കിൽ ആരോ പറഞ്ഞാൽ ഇന്ന് അമ്മ കഴുകണ്ട, ഞങ്ങൾ ചെയ്തോളാം, അത് നെഗറ്റീവ് റെയിൻഫോഴ്സ്മെന്റ് ആണ്, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമുക്ക് മാറ്റിത്തരുന്നു. ഇനി പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയാം, നമ്മളൊരു കുറ്റം ചെയ്തു, ആരെങ്കിലും ചെയ്തു, നമ്മളെ വഴക്ക് പറയുന്നു, നമ്മളെ അടിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കുന്നു, അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള പറയുന്നതാണ് പോസിറ്റീവ് പണിഷ്മെന്റ്. ഓക്കെ, അപ്പം ഇനി നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്, നെഗറ്റീവ് റെയിൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യം, നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റുന്നു. ഇപ്പൊ കുട്ടികൾക്കാണ് TV ഇഷ്ടമാണ്, പക്ഷെ മോശം സ്വഭാവം കാണിച്ചു, അപ്പൊ ഇഷ്ടമുള്ള കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റുന്നു, അത് നെഗറ്റീവ് പണിഷ്മെന്റ്. ഇപ്പൊ ഇത്രയും 4 മെത്തേഡാണ് നമ്മൾ സാധാരണ ബിഹേവിയറൽ മാനേജ്മെന്റിന്, ബിഹേവിയറൽ അസസ്മെന്റ് അല്ല, ബിഹേവിയർ പ്രോബ്ലംസിന്റെ മാനേജ്മെന്റിന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇത് അടുത്ത പാർട്ടാണ് സെൽഫ് റിപ്പോർട്ട് മെത്തേഡ്. അപ്പൊ ഇത്രയാണ് അതിനകത്ത് പ്രധാനമായിട്ട് മെത്തേഡ്സ് ഓഫ് ബിഹേവിയറൽ അസസ്മെന്റിന് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് മെയിനായിട്ട് ഉള്ളത്. അത് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ടാണ് സെൽഫ് റിപ്പോർട്ട് മെത്തേഡ്. അത് ദിസ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഈസ് ഓഫൻ പ്രസന്റ് ഇൻ എ പേപ്പർ ആൻഡ് പെൻസിൽ ഫോർമാറ്റ് ഓർ മേ ഈവൻ ബി അഡ്മിനിസ്ട്രേറ്റഡ് ഓൺ എ കമ്പ്യൂട്ടർ. Example, self-report inventory. Perhaps the most famous self-report inventory is the Minnesota Multiphasic Personality Inventory, MMPI. This personality test was first published in the 1940, later revised in the 1980, and today known as MMPI-2. So, അതിന് ഒരു 500 ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ഉള്ളതാണ്. അതിനകത്ത് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അബ്നോർമൽ ബിഹേവിയർ ആൻഡ് സൈക്കോളജിക്കൽ ഹെൽത്ത് ഒക്കെയാണ് സാധാരണ നോക്കുന്നത്. നിങ്ങളുടെ ബുക്കും കൂടി വെക്കൂ, എടുത്തിട്ടുണ്ടോ? നിങ്ങളെ ബുക്ക് കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടോ? അതെ. അതിനകത്ത് സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററീസിനകത്ത് എഴുതിയിട്ടുണ്ട് MMPI എന്താന്നുള്ളത്. പിന്നെ അടുത്തതാണ് ദ 16 പേഴ്സണാലിറ്റി ഫാക്ടർ ക്വസ്റ്റ്യനെയോ. അതും ഒരു എന്താണ് സെൽഫായിട്ട് അതായത് നമ്മളെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ്. മനസ്സിലായി? നമ്മളെ അസസ് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇങ്ങനെ ലൈക്കഡ് സ്കെയിലൊക്കെ ഉണ്ട്, ഒരു 5 point സ്കെയിൽ, നമുക്കിങ്ങനെ 5 മാർക്ക് ഇടും, അല്ലെങ്കിൽ 3 മാർക്ക് ഇടും, അങ്ങനെ ആ രീതി പറഞ്ഞ പോലെ ഇത് പേഴ്സണാലിറ്റി നോക്കുന്ന, നമ്മുടെ തന്നെ പേഴ്സണാലിറ്റി നമുക്ക് തന്നെ അസസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ഇത് വെറുതെ ഞാൻ പറയുന്ന എക്സാമ്പിളാണ്, നിങ്ങൾക്ക് എപ്പോഴും ദേഷ്യം വരുന്ന ആളാണോ, വെറുതെ ഇരിക്കുമ്പോൾ അസ്വസ്ഥത തോന്നാറുണ്ടോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം അത്തരത്തില് ഇത് വലിയൊരു പേഴ്സണാലിറ്റി അസസ്മെന്റ് കാര്യമാണ്. ഏത് ഈ 16 പേഴ്സണാലിറ്റി ഫാക്ടർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനകത്ത്. പക്ഷെ നമ്മൾ അത് കഴിയുമ്പോൾ ഏകദേശം നമ്മുടെ ഒരു പേഴ്സണാലിറ്റി അസസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളത് കാലിഫോർണിയ പേഴ്സണാലിറ്റി ഇൻവെന്ററി. ഇതും എന്താണ് സെൽഫായിട്ട് നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റുന്നത്, നമ്മുടെ ബിഹേവിയർ അസസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി അതിനകത്ത് മെയിനായിട്ട് സ്ട്രെങ്ത് എന്താണ്, അതിന്റെ വീക്ക്നെസ് എന്താണ്, സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററിയുടെ എല്ലാ കാര്യങ്ങൾക്കും ഇത്രയും നമുക്ക് ക്വസ്റ്റ്യനേഴ്സും അല്ലെങ്കിൽ ടൂൾസും ഒക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? ഒരു ടൂൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് കുറച്ച്
ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാകാത്ത കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇതിലെങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്യാം. അപ്പോഴാണ് നമ്മൾ അടുത്ത ഒരു ടൂൾ ഉണ്ടാക്കുന്നത്. ആ രീതിയിലാണ് ഇപ്പൊ ഇത്രയും സൈക്കോളജിയുടെ ഏരിയയിൽ ഒരുപാട് ക്വസ്റ്റ്യനേഴ്സും ടൂൾസും ഡെവലപ്പ് ആയിരിക്കുന്നത്. അപ്പം എല്ലാ ഏരിയയിലും പറയുന്ന പോലെ ഇതിനകത്തും എന്താണ് സ്ട്രെങ്തും വീക്ക്നെസ്സും ഉണ്ട്. അപ്പം 16 പേഴ്സണാലിറ്റി പറഞ്ഞു, കാലിഫോർണിയ പേഴ്സണാലിറ്റി ഇൻവെൻട്രി, ഇതൊക്കെ സെൽഫ് റിപ്പോർട്ട് ഇൻവെൻട്രീസ് ആണ്. ഇനി ഇത് ചെയ്യാൻ സെൽഫ് റിപ്പോർട്ട് ഇൻവെൻട്രി നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഒരു ഫോമാറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ബിഹേവിയറൽ അസസ്മെന്റിന്റെ പാർട്ടിനകത്ത് വരുന്നതാണ് ഈ സെൽഫ് റിപ്പോർട്ട് ഇൻവെൻട്രീസ് എന്ന് പറയുന്നത്. അതിനകത്തൊരു ഫോമാറ്റ് ഉണ്ട്. ആ ഫോമാറ്റിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്റർവ്യൂ, ക്വസ്റ്റ്യനെയേഴ്സ് ആൻഡ് റേറ്റിംഗ് സ്കെയിൽ. റേറ്റിംഗ് സ്കെയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നമ്മളതാ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആരടുത്തൊക്കെ ഞാൻ ക്വസ്റ്റ്യൻസും ചോദിച്ചു റേറ്റിംഗ് എങ്ങനെ ചെയ്യും എന്നൊക്കെ. അപ്പോൾ അതാ ഈ പോയിന്റ് നമുക്ക് 3 പോയിന്റ് അല്ലെങ്കിൽ 2 പോയിന്റ് 1 പോയിന്റ് എന്നിടാം. അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഇത് നിങ്ങൾക്ക് സത്യമാണോ, ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ചോദിക്കാം, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ എന്ന് പറയാം. ഇങ്ങനെയൊക്കെ നമുക്ക് റേറ്റിംഗ് സ്കെയിൽസ് ചോദിക്കാം. ക്വസ്റ്റ്യനെയറിനെ പറ്റിയും പറഞ്ഞായിരുന്നു. അതായത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്ലോസ് എൻഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ ചില സമയമൊക്കെ നമുക്കിപ്പോൾ ഒരു ആൻസർ പറയാനായിട്ട് പ്രയാസകത ഉണ്ടെങ്കിൽ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, പലപ്പോഴും അങ്ങനെയാണ്. യെസ് ഓർ നോ പലപ്പോഴും നമുക്ക് ഉണ്ട് ഒരു പ്രയാസം, അല്ലെ യെസ് എന്നും പറയാൻ പറ്റുന്നില്ല, നോ എന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്നാൽ അതേസമയം യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം പറഞ്ഞ ആ ഉത്തരം അവിടെ ക്ലിയർ ആവില്ല, നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടതുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യനേഴ്സും ഉണ്ടാകും. അപ്പോൾ ഈ വിധത്തിൽ ഫോമാറ്റ് ഓഫ് സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററി എന്ന് പറയുന്നത് ഇന്റർവ്യൂസ് ഉണ്ട്, ക്വസ്റ്റ്യനേഴ്സ് ഉണ്ട്, റേറ്റിംഗ് സ്കെയിൽസ് ഉണ്ട്, പിന്നെ തോട്ട് ലിസണിങ് ആൻഡ് തിങ്ക് അലൗഡ് പ്രൊസീജിയേഴ്സ്. ഈ തോട്ട് ലിസണിങ് ആൻഡ് തിങ്ക് അലൗഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്, ദീസ് പ്രൊസീജിയേഴ്സ് റിക്വയർ ദ ക്ലയന്റ് ടു വെർബലൈസ് തോട്ട്സ് as they occur in the assessment situation. എന്താണ് കുറച്ചുകൂടി തോട്ട് ലിസണിങ് ആൻഡ് തിങ്ക് അലൗഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുന്ന ചിന്തകൾ. ഇപ്പൊ സാധാരണ നമുക്ക് ഈ CBT കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിക്ക് ചെയ്യുന്നത് പ്രധാനമായിട്ട് വ്യക്തിയുടെ തോട്ട്സിനെ ബേസ് ചെയ്താണ്. അപ്പം ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പം നിങ്ങളൊരു പ്രസന്റേഷൻ ചെയ്തു, അത് മോശമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോട്ട്സുകളാണ് വരുന്നത്? പലർക്കും പല തോട്ട്സ് വരും. ചിലപ്പോൾ അയ്യോ മോശമായിപ്പോയി, ഇനി ഒരു പ്രസന്റ് ചെയ്യാൻ തോന്നും. ചിലപ്പോൾ അതിപ്പോൾ എന്താ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ലെങ്കിൽ എന്താ ഞാൻ അടുത്ത പ്രാവശ്യം ചെയ്യാം. അപ്പം അത് നമ്മുടെ തോട്ട്സ് ആണ്. അപ്പം നമ്മുടെ ഒരുപാട് പ്രോബ്ലംസിന്റെ കാര്യം നമ്മുടെ സിറ്റുവേഷൻ അല്ല. ആക്ച്വലി ആ സിറ്റുവേഷൻ, എന്ത് സിറ്റുവേഷൻ ആകട്ടെ, ആ സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്, നമ്മുടെ തോട്ട്സ് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മൾ പറയും, ചില വീടുകളിൽ നമ്മൾ കേൾക്കുമ്പോൾ ചില വ്യക്തികളൊക്കെ ഇത്രയും ട്രാജഡി വന്നിട്ട് ആ വീട്ടില് ലേഡി ഭയങ്കര സ്ട്രോങ് ആയി നിൽക്കുന്നു. അവരത് പെർസീവ് ചെയ്യുന്നു. അത്രയും ട്രാജഡി വന്നെങ്കിൽ അവർ പെർസീവ് ചെയ്യുന്ന വേറെ ആയിരിക്കും. അവർക്ക് വിഷമമില്ലാഞ്ഞിട്ടോ അല്ലെ പ്രയാസം ഇല്ല, പക്ഷെ അവരതിനെ ഓവർകം ചെയ്യുന്നത് അവരുടെ തോട്ട്സ് കൊണ്ടാണത്. എന്നാൽ അതേസമയം ഒരു വളരെ നിസ്സാരമായ കാര്യങ്ങളായിരിക്കും അതിനകത്ത് എല്ലാം വിഷമവും ടെൻഷനും ആൻസൈറ്റിയും. അപ്പൊ അതെന്താണ്, അതും നമ്മുടെ തോട്ട്സ് ആണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ പറഞ്ഞ ബിഹേവിയറൽ അസസ്മെന്റിന് തോട്ട്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തോട്ട് ലിസണിങ് ചെയ്യുന്നതിന് ഇതുപോലത്തെ തോട്ട്സ് റിപ്പോർട്ട് ചെയ്യുന്ന ഇൻവെന്ററീസും ഉണ്ട്. ക്ലിയർ ആകുന്നുണ്ടോ പറയുന്നേ? ഇനി ഡയറക്റ്റ് ഒബ്സർവേഷൻ ആൻഡ് സെൽഫ് മോണിറ്ററിങ്, അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അത് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കുട്ടികളുടെ എക്സാമ്പിൾസ് വെച്ചിട്ട് പറഞ്ഞു. പ്ലേ ഗ്രൗണ്ടിൽ നമ്മൾ ഡയറക്റ്റ് ഒബ്സർവ് ചെയ്യും, നമ്മൾ ക്യാമറ വെച്ചിട്ട് ഒബ്സർവ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അവരോടൊപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നമ്മളെ പോലെ അറിയത്തില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അവർ ഒബ്സർവ് ചെയ്യുന്നു. ഞാനത് എക്സാമ്പിൾസ് പറഞ്ഞു. നമുക്കിപ്പോൾ ഈ ക്രൈമൊക്കെ ഒത്തിരി ക്രൈംസ് നമ്മൾ ലാസ്റ്റ് എത്തുന്നത്
ഈ പറയുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്തുള്ളവർ നമ്മളിൽ ഒരാളായിട്ട് ഈ പറയുന്ന വ്യക്തിയുടെ കൂടെ പോവുകയാണ്, അല്ലെങ്കിൽ കൂടെ നടക്കുകയാണ്. അപ്പൊ ഡയറക്റ്റ് ഒബ്സർവേഷൻ ആണ്. എത്രയോ പ്രാവശ്യം വെരിഫൈ ചെയ്തിട്ടും നോക്കിയിട്ടൊക്കെയാണ് ഒരു അറസ്റ്റ് എന്ന് പറയുന്നത്. അല്ല ഓടിച്ചെന്ന് ഒരു അറസ്റ്റ് ചെയ്തിട്ട് പറ്റില്ലല്ലോ. അപ്പൊ അതെന്താണ് ഒബ്സർവേഷൻ. അതുപോലെ നമ്മളെ കുട്ടികളെ ആണെങ്കിലും ക്ലിനിക് റൂമിനകത്ത് മാത്രം വെച്ച് നിൽക്കുന്ന ഒരു ഒബ്സർവേഷൻ ചിലപ്പോൾ ശരിയാകത്തില്ല. അവരെ കുറച്ച് ഫ്രീ ആയിട്ട് വിട്ടിട്ടും അവര് അല്ലാതെ പുറത്തു പോകുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നും, അല്ലെങ്കിൽ അവർക്കൊരു പ്ലേ ഗ്രൗണ്ട് ഇട്ടിട്ട് അതിനകത്ത് അവരെങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ റൂമിനകത്ത് വന്ന് നിന്ന ഒരു മണിക്കൂർ നിന്ന കുട്ടിയും അവനെ ഫ്രീ ആയിട്ട് നമ്മൾ വിടുമ്പോൾ അവന്റെ ഏജ് ഗ്രൂപ്പിനകത്ത് വിടുമ്പോൾ ഉള്ള ബിഹേവിയർ ഒക്കെ തമ്മിൽ ഒത്തിരി വ്യത്യാസമായിരിക്കും. അപ്പൊ അത്തരത്തില് ഉള്ള ഡയറക്റ്റ് ഒബ്സർവേഷനും എന്തിന്റെ പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആണ്? ബിഹേവിയറൽ അസസ്മെന്റിന്റെ പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് സെൽഫ് മോണിറ്ററിങ് ഉണ്ട്, സെൽഫ് ട്രാക്കിംഗ്. നമ്മളെ തന്നെ നമ്മൾ ട്രാക്ക് ചെയ്യുന്ന വൺസ് ബിഹേവിയർ ആണ്. പിന്നെ ബിഹേവിയർ ഈസ് ഒബ്സർവ് ഇൻ നാച്ചുറൽ സെറ്റിംഗ്. അതാ പറഞ്ഞ കുട്ടികളെ വിടുമ്പോൾ അത് നമ്മൾ നോക്കുന്നതൊക്കെ നാച്ചുറൽ സെറ്റിംഗ് ആണ്. പിന്നെ ഡയറക്റ്റ് ഒബ്സർവേഷൻ, അതുപോലെ ബിഹേവിയർ നമുക്ക് റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നത്. ഇത്തരത്തില് നമുക്ക് പക്ഷെ വളരെ ക്ലിയർ ആയിരിക്കണം. ആ ബിഹേവിയർ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം, ക്രിപ്സ് ടേംസ് ആയിരിക്കണം. ഒത്തിരിയൊന്നും നമുക്കിങ്ങനെ എഴുതി പോകാൻ പറ്റത്തില്ല. അപ്പൊ അത് ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു സെറ്റ് ഗോൾ വച്ചിട്ട് വേണം നമ്മൾ ഈ ഒബ്സർവ് ചെയ്യാൻ പോകാൻ ബിഹേവിയർ. നമുക്കൊരു കാര്യം വേണം, ഇന്ന വ്യക്തിക്ക് ഇന്നതാണോ എന്നുള്ളത്. അത് നമ്മളൊരു എയിം ഇല്ലാതെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യാൻ പോയാൽ നമ്മളിങ്ങനെ വാസ്റ്റ് ആയിപ്പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ക്രിപ്സ് ടേംസും വളരെ ക്ലിയർ ആയിരിക്കുകയും വേണം. അത് ബിഹേവിയർ അസസ്മെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ഡയറക്റ്റ് ഒബ്സർവേഷൻ. എന്തൊക്കെയാണ്? ദർ ആർ മെയിൻലി ടു കോമൺലി യൂസ്ഡ് ടൈപ്പാണ് നമ്മൾ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഉപയോഗിക്കുന്നത്. വൺ ഈസ് കണ്ടിന്യൂസ് മോണിറ്ററിങ്. അപ്പോൾ കണ്ടിന്യൂസ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ദിവസം വന്നോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വന്നോ അല്ലാതെ നമ്മൾ എന്താണ് കുറച്ച് നാളത്തേക്ക്, ചിലപ്പോൾ നോക്കൂ ലോജിറ്റ്യൂഡിനൽ സ്റ്റഡീസ് ഒക്കെ വരും. ഇപ്പം PhD റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ ലോജിറ്റ്യൂഡിനൽ സ്റ്റഡീസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം 4 വർഷമോ അല്ലെങ്കിൽ 3 വർഷമോ ഒക്കെ ഒരു കുട്ടിയെ നമ്മൾ ബിഹേവിയർ ഒബ്സർവ് ചെയ്യേണ്ടി വരും. ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസ് ഒക്കെ ആണെങ്കിൽ ആ രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പൊ കണ്ടിന്യൂസ് മോണിറ്ററിങ് ഒരു കാര്യമാണ്. അതുപോലെ ടൈം അലോക്കേഷൻ. This involves a researcher randomly selecting a place and time and then recording what people are doing. അതായത് ഇപ്പോൾ പറയാണ് കുട്ടിക്ക് ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ, അതായത് എല്ലാവരുടെ കൂടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുമ്പോഴാണ് പ്രശ്നം. ഇപ്പം ഈ സെഷന് ചിലപ്പോൾ വരുന്നവർ പറയും പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഹോട്ടലിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ക്ലൈൻ്റാണ് നമുക്ക് വരുന്നെങ്കിൽ നമ്മൾ ആ കാര്യം നോക്കിയാൽ മതി. അല്ലാതെ അവർ പാർക്കിൽ പോയിരിക്കുമ്പോൾ എങ്ങനെയാന്നുള്ളത് നോക്കണ്ട. അവർക്ക് ഈ ഫുഡ് അല്ലെങ്കിൽ എന്താ പറയുക പുറത്തുള്ള ആരിയിരിക്കുമ്പോൾ ടേബിൾ മാനേഴ്സ് അറിയുന്നില്ല. അങ്ങനെ ഉണ്ട് ടേബിൾ മാനേഴ്സ് അറിയിക്കുന്നത്. സ്പൂണിൽ നിന്ന് എടുക്കുമ്പോഴേ കയ്യിൽ പോവുക, അല്ലെങ്കിൽ എല്ലാം തട്ടി താഴെ പോവുക, അങ്ങനെ. അപ്പോൾ അങ്ങനെയാണ് ഒരു ബിഹേവിയർ വരുന്നെങ്കിൽ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യേണ്ട ടൈം അലോക്കേഷനാണ്. ടൈം അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു സെലക്ടിങ് എ പർട്ടിക്കുലർ പ്ലേസ്. ഇപ്പോൾ ഹോട്ടലാണെങ്കിൽ ഹോട്ടൽ, അല്ലെങ്കിൽ ആ ടൈം, അല്ലെങ്കിൽ എന്തിനാണ് എവിടെയാണ് പ്രശ്നം, അല്ലെങ്കിൽ ലിഫ്റ്റ് ആണെങ്കിൽ നമ്മൾ ആ ടൈം അലോക്കേഷൻ എന്ന് പറയുന്നത് ആ ലിഫ്റ്റിൽ കയറുന്ന സമയം എങ്ങനെയാണ്, അല്ലെ എന്താണ് പ്രശ്നം എന്നുള്ളത് നോക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന കാര്യത്തിലാണെങ്കിൽ അന്നേരത്തെ കാര്യം ഏതാണോ പർട്ടിക്കുലർ പ്രോബ്ലം, ആ പ്രോബ്ലം മനസ്സിലാക്കാനായിട്ട് ആ ടൈം അലോക്കേഷൻ വെച്ച് നോക്കുക. അടുത്തത് തേർഡ് പോയിന്റ്, അൺഒബ്സ്ട്രീവ് ഒബ്സർവേഷൻ. അതെന്താണ്? അൺഒബ്സ്ട്രീവ് മീച്ചേഴ്സ് ഇൻവോൾവ്സ് മേ മെത്തേഡ് ഫോർ സ്റ്റഡിങ് ബിഹേവിയർ ബൈ എ ഇൻഡിവിജ്വൽ ഡു നോട്ട് നോ ദേ ആർ ബീയിങ് ഒബ്സർവ്. അതായത് അവര് ചിലത് മറ്റതൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഈ ലിഫ്റ്റിൽ കയറാൻ പ്രയാസം എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മൾ ചിലപ്പോൾ ഒരു സെഷൻ എടുക്കേണ്ടി വരുമ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ കൺട്രീസിലൊക്കെ ആണെങ്കിൽ അവർ കൂടെ തന്നെ പോവുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ ഇവിടുത്തെ കേരള കൾച്ചറിൽ അങ്ങനെ അധികം പോകാറില്ല. എന്നാലും ചിലപ്പോൾ നമ്മളും കൂടിയ ആ വ്യക്തിയെ അക്കോമ്പനി ചെയ്യാം. അതപ്പോൾ അവരറിയുന്നുണ്ട്, നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളത് അറിയുന്നുണ്ട്. പക്ഷേ അൺഒബ്സ്ട്രീവ് ഒബ്സർവേഷൻ ആണെങ്കിൽ അവരറിയില്ല, നമ്മൾ അവരോട് പറയുന്നില്ല, അവരറിയുന്നുമില്ല. അതാ അവരറിയാണ്ട് അവരുടെ ബിഹേവിയർ നമ്മൾ ചെയ്യുന്നതാണ്.
ഇനി അനാലോഗ് ഒബ്സർവേഷൻ, ആ മെത്തേഡ് എന്താണ്? ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ഡയറക്റ്റ് ഒബ്സർവേഷൻ ബട്ട് ഇറ്റ് ഒക്കേഴ്സ് ഇൻ എ കൺട്രി വിത്ത് കെയർഫുള്ളി സ്ട്രക്ചേർഡ് സെറ്റിംഗ് ഡിസൈൻ സ്പെസിഫിക്കലി ഫോർ ദ അസസ്മെന്റ്. നേരത്തെ പറഞ്ഞതുപോലെ വളരെ കെയർഫുള്ളായിട്ട് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ഉണ്ടാക്കും നമ്മൾ. ആ ഒരു ക്രൈറ്റീരിയയിൽ മാത്രം ഒബ്സർവ് ചെയ്യുന്നതാണ് അനാലോഗ് ഒബ്സർവേഷൻ. ഇനി സെൽഫ് മോണിറ്ററിങ്. സെൽഫ് മോണിറ്ററിങ് ക്യാൻ ബി റിഗാർഡഡ് എ, നേരത്തെ പറഞ്ഞു സെൽഫായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് വരുന്ന കാര്യമാണ് ഇതിനകത്ത് സെൽഫ് റിഗാർഡ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് യൂണിറ്റ് 2വിനകത്ത് വരുന്നത്. ബിഹേവിയറൽ അസസ്മെന്റ് എന്താണെന്നുള്ളത് മാത്രം അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് നോക്കേണ്ടതുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് ബിഹേവിയറൽ അസസ്മെന്റ്, അതാണ് ആ യൂണിറ്റിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻസിനൊക്കെ വേണമെങ്കിൽ എന്താണ് ഒബ്സർവേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. ഇനി യൂണിറ്റ് 3, ബ്ലോക്ക് 1 യൂണിറ്റ് 3, അതിൽ അസസ്മെന്റ് ഇൻ ക്ലിനിക്കൽ സൈക്കോളജി. അതിനകത്ത് നമ്മൾ സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞു. ആ ഡെഫിനിഷനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി അതുകൊണ്ട് ഇനി ഇതിനകത്ത് പ്രധാനമായിട്ട് വേണ്ടത് ടൈപ്സ് ഓഫ് സൈക്കോളജിക്കൽ അസസ്മെന്റ്. ആ പാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ടൈപ്പ് ഓഫ് സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്താണെന്നുള്ളത് ഇതൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻസിനും ചോദിക്കാം. വേണമെങ്കിൽ ഏതെങ്കിലും 2 or 3 ടൈപ്പ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കാം. എസ്സേക്ക് വേണമെങ്കിലും ചോദിക്കാൻ പറ്റുന്നതാണ് ടൈപ്സ് ഓഫ് സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്താണെന്നുള്ളത്. അപ്പം മെയിനായിട്ട് നമുക്ക് ടൈപ്സ് ഓഫ് അസസ്മെന്റ് പറയുന്നത് 3 types ആണ് മെയിനായിട്ട് നമ്മൾ തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് കോഗ്നിറ്റീവ് അസസ്മെന്റ്. ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ ചിന്തകൾ, തോട്ട്സ്, ഇമോഷൻ, അതൊക്കെ ഇതാണ്. മറ്റേത് പേഴ്സണാലിറ്റി. ആദ്യം നമ്മൾ പറഞ്ഞു 16 PF പേഴ്സണാലിറ്റി അസസ്മെന്റ് ചെയ്യുന്നത് നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ഇമോഷൻസ്, അതും അതിനകത്ത് വരും പേഴ്സണാലിറ്റി. പിന്നെ ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ്, അത് എൻ്റർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. ന്യൂറോ സൈക്കോളജിക്കൽ ആണ് നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസ് ആണ്. നമുക്ക് എത്ര പിന്നെ ലോബുണ്ട്? പ്രീത, വിഷ്ണു കേക്കാവോ? എത്ര ലോബുണ്ട് നമുക്ക് അറിയോ? അഞ്ജു എബ്രഹാം. ഞാൻ ഈ വിളിക്കുമ്പോൾ ആരും കേൾക്കില്ല. ഇന്നത്തെ അറ്റൻഡൻസിനകത്ത് നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്തെന്ന് വരും കേട്ടോ. ഞാൻ പറയാം, ചോദിക്കുമ്പോൾ എന്താ പേരും പറയാത്ത? അനു യെസ് ഉണ്ടോ ഇവിടെ? ഇല്ല, ആരുമില്ല. ഉണ്ടല്ലേ? അതിന് നമുക്ക് ജനറലായിട്ട് എത്ര ലോബ് ഉണ്ട് അറിയോ? ബ്രെയിനിന് എത്ര ലോബ്? അറിയാവോ? 6 ഇല്ല കേട്ടോ. വേറെ 4. ഓക്കെ. ഗീതിക can you say ഏതൊക്കെ ലോബാന്ന് പറയാവോ? parietal lobe, occipital lobe, okay, frontal lobe, മൊത്തം ഫങ്ഷൻസ് നടക്കുന്നത്. ഫ്രോണ്ടൽ ലോബിന് അതിൻ്റെതായ പിന്നെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അബ്സ്ട്രാക്റ്റ് ആയിട്ട് തോട്ട്സ് ചെയ്യുന്നത്, ഒരു എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്നത് പ്രധാനമായിട്ട് ഫ്രോണ്ടൽ ലോബാണ്. അതുപോലെ പെറൈറ്റലാണ് നമ്മുടെ സ്പേഷ്യൽ, വിഷ്വൽ സ്പേഷ്യൽ. ഇപ്പം നമുക്ക് കാർ പഠിക്കാൻ പറ്റുന്നത്, ലെഫ്റ്റ് റൈറ്റ് മനസ്സിലാകുന്നത്, ഒരു ക്ലോക്കിൻ്റെ പിക്ചർ വരയ്ക്കാൻ പറ്റുന്നത്, ഒരു ഡയഗ്രാം വരയ്ക്കാൻ പറ്റുന്നത്, വീട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത്, പസിൽസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതിന് ഓരോന്നിനും റൈറ്റും ലെഫ്റ്റും ഉണ്ട് ലോബിൻ്റെ. പെറൈറ്റലിൻ്റെ
ലെഫ്റ്റ് പറേറ്റൽ, റൈറ്റ് പറേറ്റൽ, ഇത് പഠിക്കാൻ പോയാൽ വളരെ കോംപ്ലിക്കേറ്റഡും വളരെ രസകരമാണ്. നമുക്ക് ഇഷ്ടമാണെങ്കിൽ വളരെ രസകരമായിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ന്യൂറോ സൈക്കോളജി എന്ന് പറയുന്നത്. ലോക്സിപ്പറ്റിലാണ് നമ്മുടെ വിഷ്വൽ മെമ്മറി, മെയിനായിട്ട് നമ്മുടെ വിഷ്വൽ മെമ്മറി, അതുപോലെ വിഷ്വൽ ഓർഗനൈസേഷൻ, വിഷ്വൽ മെമ്മറി, വിഷ്വൽ സീക്വൻസിങ്, ഇതെല്ലാം നമ്മുടെ ഓക്സിപ്പറ്റിലാണ് വരുന്നത്. പെറേറ്റർ പറഞ്ഞു. ടെമ്പറലാണ് നമ്മുടെ അടുത്ത മെമ്മറി, സ്മെല്ല്, ഹിയറിങ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ഇതിനകത്ത് ഈ പറയുന്ന പോലെ ലെഫ്റ്റിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ, അതായത് ഫ്രോണ്ടൽ ലോബിന്റെ ലെഫ്റ്റ് പാർട്ടിന് പ്രശ്നം വന്നാൽ കുറച്ച് വേറെ കാര്യങ്ങളുണ്ടാവും. റൈറ്റിനാണ് വരുന്നെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങൾ വരും. അതുപോലെ നമ്മൾ ഈ ലേണിംഗ് ഡിസബിലിറ്റി, പഠന വൈകല്യം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഈ ലേണിംഗ് എന്ന് പറയുന്നത്. റീഡിങ് ആൻഡ് റൈറ്റിംഗ്, അതൊക്കെ വളരെ എന്താ പറയാ, ലോബിന്റെ ലെഫ്റ്റും റൈറ്റും, പിന്നെ ഓരോ ലോബിന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കണക്ട് ചെയ്യുന്ന ബണ്ടിൽസിനകത്ത് വരുന്നത്, അതിനകത്തൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ്, ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യം വന്നാൽ പോലും നമുക്ക് പ്രശ്നങ്ങൾ ഫീൽ ചെയ്യും. അപ്പം ലേണിംഗ് ഡിസബിലിറ്റി കുട്ടികളാണെങ്കിൽ അങ്ങനെ, ഓട്ടിസം കുട്ടികൾക്കാണെങ്കിലും അങ്ങനെയാണ്, ലോബിനകത്ത് ഫങ്ഷൻസിന് വരുന്ന വേരിയേഷൻ. അപ്പൊ ഇതൊക്കെ അസസ് ചെയ്യണമെങ്കിൽ നമ്മൾ ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ് നടക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലോബ് പഠിച്ചിരിക്കണം. ലോ ഫങ്ഷൻസ് പഠിച്ചാൽ മാത്രമേ ഒരു പിന്നെ ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തുവാണ് ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്നുള്ളത് ബ്രീഫായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാതൽ, അല്ലെങ്കിൽ ഇതാണ് ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ് ചെയ്യുന്നതിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓരോ ലോബിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസ് നോക്കാനായിട്ട് ഒരുപാട് ടെസ്റ്റുകളും ഉണ്ട്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ടെസ്റ്റുകളുണ്ട്. അപ്പം ഫ്രോണ്ടൽ ലോബിന്റെ ഫങ്ഷൻസ് നോക്കാൻ ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ് ഉണ്ട്, ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്. പെറൈറ്റൽ ലോബിന്റെ നോക്കാൻ അറിയാനായിട്ടുള്ളവർക്ക്, അതായത് ന്യൂറോ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യത്തിൽ അസസ്മെന്റ് ചെയ്യാം. ഇതാണ് ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ കോഗ്നിറ്റീവ് അസസ്മെന്റ് refers to the assessment of cognitive abilities. അപ്പൊ തെറ്റിപ്പോകരുത്, കോഗ്നിറ്റീവും ന്യൂറോ സൈക്കോളജിയും തമ്മിൽ തെറ്റിപ്പോകരുത്. കോഗ്നിറ്റീവ് അസസ്മെന്റ് മെയിൻ എന്താണ്? നമ്മുടെ ഇന്റലിജൻസ്, മെമ്മറി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. പക്ഷേ ഈ ലോബിന്റെ വരുമ്പോഴും എന്താണ്? ഫ്രോണ്ടൽ ലോബ് ഇന്റലിജൻസിനകത്തോട്ട് വരും, ടെമ്പറൽ ലോബ് മെമ്മറിയിലോട്ട് വരും, ആപ്റ്റിറ്റ്യൂഡിന്റെ കാര്യങ്ങൾ വീണ്ടും ടെമ്പറലോട്ട് വരും. ഇത് ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റിലൂടെ നമുക്ക് കോഗ്നിറ്റീവ് അസസ്മെന്റ് ചെയ്യാൻ പറ്റും. ഇനി മെയിൻ ടൈപ്സ് ഓഫ് സൈക്കോളജിക്കൽ അസസ്മെന്റ്. ടൈപ്സ് ഓഫ് സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്ന് പറയുന്നത് ഇന്റലിജന്റ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ്, ആൻഡ് അതർ വൺ ഈസ് ഡയറക്റ്റ് ഒബ്സർവേഷൻ ടെസ്റ്റ്. ഇതാണ് പ്രധാനമായിട്ടുള്ള ടൈപ്സ് ഓഫ് സൈക്കോളജിക്കൽ അസസ്മെന്റ്സ്. ഇനി കോഗ്നിറ്റീവ് അസസ്മെന്റിന്റെ ആപ്ലിക്കേഷൻ ഫീൽഡ്, മെയിനായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫീൽഡ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് അസസ്മെന്റ് ഈസ് യൂസ്ഡ് ഇൻ ക്ലിനിക്കൽ സെറ്റപ്പ് ആസ് വെൽ ആസ് ഇൻ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ IQ of mentally retarded individual that would help in the process of certification. അതാണ് മെയിനായിട്ട് നമ്മൾ കോഗ്നിറ്റീവ് അസസ്മെന്റ് എഡ്യൂക്കേഷണൽ സെറ്റിങ്ങിൽ ചെയ്യുന്നത്. അതായത് ഒരു കുട്ടിയുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് അസസ് ചെയ്തിട്ടാണെങ്കിലേ നമുക്ക് ആ കുട്ടിക്ക് നോർമൽ ആയിട്ടുള്ള ഇന്റലിജൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇനി ഈ കോഗ്നിറ്റീവ് അസസ്മെന്റിനകത്ത് പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇന്റലിജന്റ് ടെസ്റ്റ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ, ഇന്റലിജന്റ് ടെസ്റ്റ്. ഇപ്പൊ ഏതെങ്കിലും 1-2 ഇന്റലിജന്റ് ടെസ്റ്റ് പഠിച്ചു വെക്കുക, അതെങ്ങനെയാ സ്കോർ ചെയ്യുന്നത്, എന്താ ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ. അതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു ഇന്റലിജന്റ് ടെസ്റ്റ് ആണ് വെസിലേഴ്സ് അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ. ആൻഡ് ഇത് വലിയ ആർക്കുള്ളതാണ്, അതിനകത്തുണ്ടല്ലോ വെസിലേഴ്സ് അഡൽട്ട് എന്നുണ്ട്. അപ്പൊ കുട്ടികൾക്കും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്താണ്? വെസിലേഴ്സ് ഇന്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ, വിസ്ക് എന്ന് പറയും, ഷോർട്ട് ഫോം. വെയ്സ് ആൻഡ് വിസ്ക്, ഇത് 2 പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന സൈക്കോളജി ഫീൽഡ് ഉപയോഗിക്കുന്ന 2 ഇന്റലിജന്റ് ടെസ്റ്റ് ആണ്. ഇനി എന്താണ് ഇത് മെയിനായിട്ട് നോക്കുന്നത്? ഈ 2 ടെസ്റ്റ് measures an individual's ability in relatively global areas such as verbal comprehension, perceptual organization and reasoning. മെയിൻ ആയിട്ട് നോക്കുന്നത് എന്തൊക്കെയാണ്? വെർബൽ കോംപ്രിഹെൻഷൻ നോക്കും. ഒരു വ്യക്തിയുടെ വെർബൽ ഫങ്ഷൻസ് എങ്ങനെയാണ്, കോംപ്രിഹെൻഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പെർസെപ്ച്വൽ ഓർഗനൈസേഷൻസ്,
കൃത്യമായിട്ട് ഇപ്പം ഈ പറഞ്ഞത് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ പ്രോബ്ലം ഉള്ള കുട്ടിയോട് നിങ്ങൾ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു പൂവ്, ഒരു സൺഫ്ലവർ കുട്ടി എപ്പോഴും കാണുന്നതാകാം, അല്ലെങ്കിൽ ഒരു റോസ്, അല്ലെങ്കിൽ ഒരു ഹിബിസ്കസ്, എന്തെങ്കിലും ആണെങ്കിൽ പോലും നിങ്ങൾ അതിനൊരു കട്ട് ചെയ്തിട്ട് ആ കുട്ടിയോട് ഇത് അസംബിൾ ചെയ്യാൻ പറയുവാണെങ്കിൽ പെർസെപ്ച്വൽ ഓർഗനൈസേഷനിലുള്ള കുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ റീസണിങ് അല്ലെ, റീസണിങ് സ്കിൽ പലപ്പോഴും ഈ ടെസ്റ്റുകൾക്ക് നമ്മൾ PSC ടെസ്റ്റിനാണെങ്കിലും ഫെയിലർ ആകുന്നതിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതർവൈസ് ഈ റീസണിങ് സ്കില്ല് കുറവാണെങ്കിൽ പൊതുവെ ബാങ്ക് ടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാൻ പ്രയാസമായിരിക്കും. റീസണിങ് സ്കിൽസ് കൂടുതലുള്ളവർക്കാണ് പൊതുവെ ബാങ്ക് ടെസ്റ്റും ബാങ്ക് കോച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ എളുപ്പമാവുന്നത്. അപ്പം അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന്റെ ആ രീതിയിലുള്ള ഫങ്ഷൻസ് ആണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കലും ഒരാളുടെ ബ്രെയിൻ അത്രയും ദൈവം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഓരോരുത്തരുടെ ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരിക്കലും ഒരാളുടെ ബ്രെയിൻ ഫങ്ഷൻ ആയിരിക്കില്ല. ഇനി ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ പോലും എന്താണ്, രണ്ടുപേരുടെ ബ്രെയിൻ ഫങ്ഷൻസ് രണ്ടാണ്. ഒരാളെ പോലെ ഒരാളുടെ ബ്രെയിൻ ഒരിക്കലും വർക്ക് ചെയ്യില്ല. അപ്പം ഇത്തരത്തിൽ ഉള്ള ടെസ്റ്റ്, ഇന്റലിജന്റ് ടെസ്റ്റിലൂടെ നമ്മൾ സാധാരണ വെർബൽ കോംപ്രിഹെൻഷൻ, പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ, റീസണിങ് ആണ് നോക്കുന്നത്. In a IQ test which contain a series of tasks typically divide a task into verbal, പറഞ്ഞു, നോൺ വെർബൽ. രണ്ട് രീതിയിലുള്ള വെർബൽ ആൻഡ് നോൺ വെർബൽ. അത് നമ്മൾ ആദ്യത്തെ സ്ലൈഡിന്റെ കാര്യത്തിൽ പറഞ്ഞു. പിന്നെ കുറച്ച് നമുക്ക് എന്താണ് ഈ ബസിലസ് ഇന്റലിജൻസ് സ്കെയിൽ എന്ന് നോക്കാം. വിസ്ക്, അതാണ് ഞാൻ ആദ്യം പറയുന്നത്, പിന്നെ ബേസ് പറയാം കേട്ടോ. അതാരെ ഡെവലപ്പ് ചെയ്തത്? ഇത് ഈ യൂണിറ്റിൽ ഇത് പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്റലിജന്റ് ടെസ്റ്റ്. ഇത് ഡേവിഡ് വെസ്ലർ ആണ് ഡെവലപ്പ് ചെയ്തത്. ഏജ് 6 വയസ്സ് മുതൽ നമുക്ക് 16 വയസ്സ് വരെ കുട്ടികൾക്ക് ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ ഒരു ഡെവലപ്മെന്റ്, അതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് പറയുന്നത്. പിന്നെ ഇതിന് എന്തൊക്കെ സബ് ടെസ്റ്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു, നമുക്ക് 2 ഏരിയയും വേണം ഒരു വ്യക്തിയുടെ ഇന്റലിജൻസ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ. വെർബൽ ഏരിയയും വേണം, പെർഫോമൻസ് ഏരിയയും വേണം. അപ്പൊ ഈ ഒരു ടെസ്റ്റ് എന്തുകൊണ്ടാണ് ഈ ടെസ്റ്റ് ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആയിരിക്കുന്നത്? എപ്പോഴും ഫീൽഡിനകത്ത് ഇന്റലിജന്റ് ടെസ്റ്റിന് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതും ഈസി ആയിട്ട് ഉപയോഗിക്കുന്നതും സ്കോർ ചെയ്യുന്നതൊക്കെ വിസ്ക് ആണ്. കാരണം വെച്ചാൽ അത്രയും അതിനകത്ത് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഇന്റലിജന്റ് ടെസ്റ്റ് ആണ്. കാരണം വെർബൽ ഏരിയ നമുക്ക് പ്രത്യേക ഒരു കുട്ടിയുടെ വെർബൽ ഫങ്ഷന്റെ വെർബൽ IQ നോക്കാൻ പറ്റും, പ്രത്യേകമായിട്ട് പെർഫോമൻസ് IQ നോക്കാൻ പറ്റും. പിന്നെ ഇത് രണ്ടും കൂടി വെച്ചിട്ട് നമുക്ക് കോമൺ IQ നോക്കാൻ പറ്റും. അപ്പൊ IQ scores reported by the WISC can be used as a part of the diagnostic criteria for intellectually disabled and specific learning disability. The test may also serve to better evaluate children with attention deficit hyperactivity disorders. നമുക്ക് ഈ വിസ്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി അതർ സൈക്കോളജിക്കൽ അസസ്മെന്റ് ടൂൾ എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ സച്ച് as Thurston scale or Likert scale, an assessment in clinical psychology. Other personality tests such as the MMPI, MCI, and Beck Depression Inventory and Children Behavior Checklist. ഒരു മിനിറ്റ്, നമുക്ക് ഞാനേ ഇതിന്റെ ഒരു സ്കോറിങ്ങിന്റെ ഒരു സ്ലൈഡ് ഉണ്ടോ നോക്കട്ടെ. ഉണ്ടായിരുന്നു, ഒരു മിനിറ്റ്.
കേൾക്കാവോ? ഹലോ, യെസ് മാം, കേൾക്കാം. ഞാനത് പറയാവേ. മെയിനായിട്ട് വെർബൽ ഐറ്റംസിനകത്ത് വരുന്നത് സ്ലൈഡ് ഇതിനകത്തോട്ട് കണക്ട് ചെയ്യാൻ ഇപ്പോൾ പറ്റുന്നില്ല, ഞാൻ അല്ലാതെ ഷെയർ ചെയ്യുമ്പോൾ ഇട്ടേക്കാം. വെർബൽ ഐറ്റംസിനകത്ത് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഇൻഫോർമേഷൻ ഒരെണ്ണം, ഒരു സബ് ടെസ്റ്റ് ആണ് ഇൻഫോർമേഷൻ. രണ്ടാമത്തെ സബ് ടെസ്റ്റ് എന്ന് പറയുന്നത് ജനറൽ കോംപ്രിഹെൻഷൻ. മൂന്നാമത്തെ സബ് ടെസ്റ്റ് അരിത്തമാറ്റിക്. നാലാമത്തത് സിമിലാരിറ്റീസ്. 5 ഒക്കാബുലറി, 6 ഡിജിറ്റ് സ്പാൻ. ഇങ്ങനെ 6 സബ് ടെസ്റ്റ് ഉണ്ട് ഏത് ഈ വിസ്കിനകത്ത്. ഈ 6 സബ് ടെസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള വെർബൽ ഐറ്റംസിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനി ഓരോന്ന് എന്താന്ന് പറയാം. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കുട്ടിയോട് ജനറൽ ആയിട്ടുള്ള നോളേജ് ആണ് നോക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്, പിന്നെ കണ്ണൂർ നിന്ന്, കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കണ്ണൂർ നിന്ന് കോഴിക്കോട് വരെ എത്ര കിലോമീറ്റേഴ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ എത്ര മണിക്കൂർ എടുക്കാം. ഈ രീതിയിൽ ജനറൽ നോളേജിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതിന് ഓരോ ക്വസ്റ്റ്യൻ ആൻസർ പറയുമ്പം എത്ര പോയിന്റ് ആണെന്നുള്ളത് അതിനകത്തുണ്ട്. അത് കോൺസിക്വൻസ് ആയിട്ടുള്ള ഫെയിലർ വരുമ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്യും. ഇപ്പം 4 ക്വസ്റ്റ്യന് കണ്ടിന്യൂസ് ആയിട്ട് ആൻസർ പറയാതിരിക്കണം. ഇപ്പൊ 3 ആൻസർ പറഞ്ഞു, അടുത്തതിന് പറഞ്ഞില്ല, പിന്നെയും പറയുവാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യില്ല. അതായത് ക്വസ്റ്റ്യൻസ് നല്ല ടഫായി വരുമ്പോൾ, ഇപ്പൊ കുട്ടിയോട് മുംബൈയിൽ നിന്നും കാലിക്കറ്റിലോട്ട് എന്ന് വെച്ചാൽ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ അത്രയും ജനറൽ നോളേജ് ഉള്ള കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞു ഒന്നും വരാം. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ 4 ക്വസ്റ്റ്യൻസ് ആൻസർ പറയാതെ വരുമ്പോൾ നമ്മൾ അവിടെ നിർത്തും. ഇനി അടുത്ത് ജനറൽ കോംപ്രിഹെൻഷൻ. അത് സിമ്പിൾ ക്വസ്റ്റ്യനിൽ തുടങ്ങുന്നത്, നമ്മൾ പെൻസിൽ ഷാർപ്പൺ ചെയ്യുമ്പോൾ കൈ മുറിഞ്ഞു, മോൻ എന്ത് ചെയ്യും? അത് ജനറൽ കോംപ്രിഹെൻഷൻ ആണ് ക്വസ്റ്റ്യൻ. അന്നേരം മോൾ അല്ലെങ്കിൽ റോഡിൽ കൂടി പോയപ്പോൾ ഒരു എൻവലപ്പ് കിട്ടി, ഒരു ലെറ്റർ കിട്ടി, മോൻ എന്ത് ഫസ്റ്റ് ചെയ്യാം? ഇത്തരത്തിലുള്ള ജനറൽ കോംപ്രിഹെൻഷൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ അരിത്തമാറ്റിക്, സിമ്പിൾ കാൽക്കുലേഷൻ. രാമുവിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ എന്താ പറയാ, മാധവിൻ്റെ കയ്യിൽ 5 മാംഗോസ് ഉണ്ടായിരുന്നു, നീതുവിന് 2 എണ്ണം കൊടുത്തു, ബാലൻസ് എത്ര? ഇങ്ങനെ പറയുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യനിലോട്ട് പോകും. ഇത് അരിത്തമാറ്റിക് ടെസ്റ്റ്. ഇനി സിമിലാരിറ്റീസ്, ഒരേപോലെ ഇരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അതായത് പറയുന്നത് എന്താണ്? സിമിലാരിറ്റീസ് എന്ന് പറയുന്നത് കൗവും പിന്നെ എലിഫന്റും തമ്മിൽ എന്തെങ്കിലും സിമിലർ ഉണ്ടോ? ക്വസ്റ്റ്യൻ അത് ഇതൊക്കെ നമുക്ക് ശരിക്കും ഫ്രോണ്ടൽ ലോബിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് അബ്സ്ട്രാക്ട് തോട്ട്സ് ഉള്ള കുട്ടി പറയും 2 ആനിമലാന്ന് പറയും. 2 ആനിമൽ എന്ന് പറയുന്നതാണ് ശരിക്കും അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു ആൻസർ. പക്ഷെ കുട്ടിക്ക് ഇങ്ങനെയും പറയാം, 2നും ടെയിലുണ്ട്, 2നും 4 കാലുണ്ട് എന്ന് പറയുന്നതിന് ആൻസർ ഉണ്ട്. പക്ഷെ മറ്റേ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് 2ഉം ആനിമൽസ് ആണ് എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു 4 പോയിന്റ് കിട്ടും. 2നും പിന്നെ ടെയിലുണ്ടെന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ 2 പോയിന്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ പറയുന്ന ആൻസറിന് എങ്ങനെയാന്നുള്ളതിന് ഓരോന്നിനും ഓരോ പോയിന്റ് ഉണ്ട്. ഇനി അടുത്തത് ഒക്കാബുലറി. ഒക്കാബുലറി പറയുന്നത് കുട്ടിയുടെ വേർഡ് ഫ്ലുവൻസി നോക്കുന്നതാണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു സൈക്കിളിനെ പറ്റി പറയാൻ പറ്റുന്നതൊക്കെ സൈക്കിളിനെ പറ്റി പറയാം. ഒക്കാബുലറി ആണ്. നല്ല ഒക്കാബുലറി സ്കില്ലുള്ള കുട്ടി വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് സൈക്കിളിനെ പറ്റി സംസാരിക്കാൻ പറ്റും. അടുത്ത ഡിജിസ്പാൻ. ഇത് നമ്മൾ അറ്റൻഷൻ നോക്കുന്നതാണ്. ഡിജിസ്പാൻ എന്ന് പറയുന്നത് നമ്പർ നമ്മൾ ഫോർവേഡും ആക്കും ബാക്ക്വേർഡും ആക്കും. ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കും, അതേ നമ്പേഴ്സ് റെപ്പിറ്റേഷൻ ചെയ്യണം. അപ്പം 3, 5, 6, 8 അത് അതുപോലെ പറയാം. ഡിജിറ്റ് ഫോർവേഡ്. തിരിച്ച് ഇപ്പം 3, 5, 4, 8 ഇത് ബാക്ക്വേർഡ് പറയുമ്പോൾ എന്താണ്? 8, 4, 5, 3. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അറ്റൻഷൻ നോക്കാനും ഉണ്ട്. ഇനി ഇതിപ്പോൾ 6 എണ്ണം ഉണ്ട് ഇതിനകത്ത്. ഇൻഫർമേഷൻ, ജനറൽ കോംപ്രിഹെൻഷൻ, അരിത്തമാറ്റിക്, സിമിലാരിറ്റി, ഒക്കാബുലറി, ഡിജിസ്പാൻ. ഇത്രയും വെർബൽ ടെസ്റ്റിനകത്ത് വരുന്നത്. ഇത് ഞാൻ പറയുന്നത് ഒരു ഇന്റലിജന്റ് ടെസ്റ്റ് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നത്. അത് ഇത്രയും നമ്മൾ ഈ 6 ഐറ്റത്തിന്റെ സ്കോർ കിട്ടുമല്ലോ. ഇപ്പൊ ആദ്യത്തെ ഇൻഫർമേഷൻ്റെ ഒരു 145 വെച്ചോളൂ, ജനറൽ കോംപ്രിഹെൻഷന് 160 വെച്ചോ, അരിത്തമാറ്റിക്കിന് 107, സിമിലാരിറ്റിക്ക് 119. അതിനകത്ത് പറയും ഇത്ര ഇപ്പം ഓരോന്നിനും കിട്ടിയ സ്കോർ നമ്മളിങ്ങനെ എഴുതി പോയിട്ട് മൊത്തം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓരോന്നിനുമുള്ള സ്കോർസ് കിട്ടും. ഡിജിസ്പാന് 107. ഇനി ഇതിനെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് 6 സബ് ടെസ്റ്റ് ആണുള്ളത്. ഇത്രയും കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 6.
ഈ കിട്ടുന്നതാണ് ഒരു വ്യക്തിയുടെ ടോട്ടൽ BIQ സ്കോർ, വെർബൽ സ്കോർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വെർബൽ സ്കോർ കിട്ടി. അപ്പൊ ഈ കുട്ടിക്ക് ഇപ്പൊ വെർബൽ സ്കോർ കിട്ടിയിരിക്കുന്നത് 123 കിട്ടിയിരിക്കുന്നത്. വെർബൽ സ്കോർ നല്ല സ്കോർ കിട്ടിയിരിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ അതുപോലെ പെർഫോമൻസ് ഐറ്റം നോക്കും. പെർഫോമൻസ് ഐറ്റത്തിനകത്ത് 5 സബ് ടെസ്റ്റ് ആണ് ഉള്ളത്. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ, പെർഫോമൻസ് ഐറ്റത്തിലെ ഫസ്റ്റ് പിക്ചർ കംപ്ലീഷൻ. അതായത് ഒരു പിക്ചർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പിക്ചറിന്റെ പാറ്റേൺ കാണിച്ചിട്ട് അത് സീരിയസ് ആയിട്ട് വെക്കണം. അതല്ല ഇപ്പൊ ഒരു ബേർഡ് കൂട് കൂട്ടുന്നത്, കൂട് വെച്ച് മുട്ടയിട്ടു, കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. അപ്പൊ അതിന്റെ പല പാർട്ടിലുള്ള പിക്ചേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മളതെല്ലാം കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് കുട്ടിയോട് ഇത് ഒരേ റോയിൽ അറേഞ്ച് ചെയ്യാൻ പറയും. പിന്നെ ബ്ലോക്ക് ഡിസൈൻസ്, ബ്ലോക്ക് കൊടുത്തിട്ട് ഒരു പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ വെച്ചിട്ട് കട്ടകളാണ്, ഓരോ കട്ടകൾ പല കളേഴ്സിൽ. ആ പാറ്റേൺ നമ്മൾ കാണിച്ചിട്ട് ആ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. ആ ബ്ലോക്ക് വയ്ക്കുന്നതിന്, ബ്ലോക്ക് എടുക്കുന്നതിനൊക്കെ പോയിന്റ്സ് ഉണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നതിന്, തിരിക്കുന്നതിനൊക്കെ പോയിന്റ്സ് ഉണ്ട്, ടൈമിനും ഉണ്ട്. പിന്നെ അടുത്ത സബ് ടെസ്റ്റ് ആണ് ഒബ്ജക്റ്റ് അസംബ്ലി. ഒബ്ജക്റ്റ് അസംബ്ലിക്കാണെങ്കിൽ ഇതുപോലെ കുതിര, അല്ലെങ്കിൽ കേക്ക്, അല്ലെങ്കിൽ വീട്, അതിൻ്റെ പല പാർട്ടായിട്ട് നമ്മൾ കാർഡ്സ് വെക്കും. എന്നിട്ട് അതിനെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറയും. പിന്നെ കോഡിങ് എന്ന് പറയുന്നത് ഇപ്പോൾ 1, 2, 3 എന്ന കുറച്ച് നമ്പേഴ്സ്, ആ നമ്പേഴ്സിൻ്റെ അടിയിൽ ഒരു കോഡ് ഉണ്ടാവും. അതായത് ഇപ്പം നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരു സ്റ്റാറിൻ്റെ പിക്ചർ, അല്ലെങ്കിൽ 1ന്റെ അടിയിൽ സ്റ്റാറിൻ്റെ പിക്ചർ, 2ന്റെ അടിയിൽ മൂണിൻ്റെ പിക്ചർ, 3ന്റെ അടിയിൽ വെറുതെ ഒരു ലവ് സിംബൽ, അങ്ങനെയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ ഈ നമ്പേഴ്സ് ഒത്തിരി സ്കാറ്റർ ചെയ്തിട്ട് കൊടുക്കും. എന്നിട്ട് സ്പീഡിൽ ഈ കുട്ടി 1ന്റെ അടിയിൽ വരുന്ന കോഡ് എന്താന്ന് ചെയ്യണം. അതാണ് കോഡിങ്. മെയ്സ്, അത് നിങ്ങൾക്ക് അറിയാം. മെയ്സ് നമ്മൾ ഇതിനകത്ത് ബാലരമയിലും അതിനകത്തൊക്കെ ഉണ്ടല്ലോ കുട്ടികൾക്ക് റൂട്ട് കണ്ടുപിടിക്കാനുള്ള. അതും ഈ പറയുന്ന പോലെ പാത്തിന് ഓരോ പോയിന്റ് ഉണ്ട്, പാത്ത് ടച്ച് ചെയ്യുന്നതിനൊക്കെ. അപ്പൊ ഈ രീതിയിൽ പെർഫോമൻസ് ഐറ്റം നോക്കും. ഓരോന്നിനും എത്രയും നോക്കിയിട്ട് അതിനെ നമ്മൾ കൗണ്ട് ചെയ്ത് ആഡ് ചെയ്യും. എന്നിട്ട് അതിനെ ഡിവൈഡഡ് ബൈ 5 സബ് ടെസ്റ്റ് ആണ് പെർഫോമൻസിനുള്ളത്. ഇപ്പൊ അത് കിട്ടുന്ന ആൻസർ ആണ് വ്യക്തിയുടെ പെർഫോമൻസ് IQ. അന്നേരം വെർബൽ IQ കിട്ടി, പെർഫോമൻസ് IQ കിട്ടി. ഇനി ഒരു വ്യക്തിയുടെ ഫുൾ IQ നോക്കാനായിട്ട് വെർബൽ IQ പ്ലസ് പെർഫോമൻസ് IQ ഡിവൈഡഡ് ബൈ 2, അതാണ് ഒരു വ്യക്തിയുടെ ഫുൾ IQ. ഇതാണ് ഒരു ഇന്റലിജന്റ് ടെസ്റ്റിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം. മനസ്സിലായോ? യെസ് മാം. ഓക്കെ. ഇനി അപ്പൊ ഇന്റലിജന്റ് ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞു. പിന്നെ അതർ സൈക്കോളജിക്കൽ അസസ്മെന്റ് ആണ് ഈ പറയുന്നത്. പേഴ്സണാലിറ്റി അസസ്മെന്റ്. പേഴ്സണാലിറ്റി അസസ്മെന്റിന് പ്രധാനമായിട്ട് MMPI ഉണ്ട്, ബെക്ക് ഡിപ്രഷൻ ഇൻവെന്ററി ഉണ്ട്, ചൈൽഡ് ബിഹേവിയർ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഇത്തരത്തിലുള്ളത് കാര്യങ്ങൾ വേറെ ബിഹേവിയറും അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡൊക്കെ നോക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ്. ഇനി നിങ്ങളുടെ അതിനകത്ത് പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അഡിക്ഷൻ അല്ലേ. ഇതൊന്നും അല്ലാതെ നേരത്തെ പറഞ്ഞു, നമ്മൾ ബിഹേവിയർ പ്രോബ്ലംസ് പറഞ്ഞു, ന്യൂറോ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് പറഞ്ഞു, തോട്ട്സിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു, പേഴ്സണാലിറ്റി കാര്യങ്ങൾ പറഞ്ഞു, അസസ്മെന്റ്. അതുപോലെ ഒരു പ്രധാനമായ ഒരു അഡിക്ഷൻ അസസ്മെന്റ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സാറ് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അഡിക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ, ജോൺ സാർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പം അന്നേരം അഡിക്ഷൻ അസസ്മെന്റ് നോക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അത് നിങ്ങൾ ബുക്കിനകത്തുണ്ട്. ഫങ്ഷണൽ അസസ്മെന്റ് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് അഡിക്ഷൻ സ്കെയിൽ. അതൊരു FAMHA പറയും കേട്ടോ, പേജ് നമ്പർ 41. FMHA വാസ് സ്പെസിഫിക്കലി ഡിസൈൻ ടു മീറ്റ് ബോത്ത് ക്രൈറ്റീരിയ. അടുത്ത ഇത്രയും ഈ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഇനി അഡിക്ഷൻ അസസ്മെന്റിന് ഉപയോഗിക്കുന്ന ടൂൾസ് ഉണ്ട്. അതിനകത്ത് ഒരു ടൂൾസ് ആണ് ഫങ്ഷണൽ അസസ്മെന്റ് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് അഡിക്ഷൻ, FMHA. ഇത് ഒരു എന്താണ് ഒരു സോർട്ടിംഗ് സ്കെയിലാണ്, മെയിൻലി ഡിസൈൻ ടു മീറ്റ് ക്രൈറ്റീരിയ ഫോർ ബോത്ത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് അഡിക്ഷൻ കേട്ടോ. അഡിക്ഷൻ അതായത്
അഡിക്ഷൻ വരുമ്പോൾ അതെന്തുകൊണ്ടാണ് ഈ അഡിക്ഷന് വേണ്ടി ഇങ്ങനെ ഒരു സ്കെയിൽ ഉണ്ടാക്കിയിരിക്കുന്ന കാരണം ന്യൂറോ സൈക്കോളജിക്കൽ അത് നല്ലൊരു ഏരിയ ആണ് ഈ FAMHA എന്ന് പറയുന്നത്. അതായത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ആൽക്കഹോൾ അഡിക്ഷൻ ആകുമ്പോഴും നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസ് മാറും. എന്നാൽ ബ്രെയിൻ ഫങ്ഷന്റെ ഇമ്പയർമെന്റ് സ്ട്രക്ചറൽ ആക്സിഡന്റ് പറ്റുമ്പോഴും മാറും. ഇങ്ങനെ മാറും, മനസ്സിലായോ? പക്ഷെ അന്നേരം അതിന്റെ സ്ട്രക്ചറൽ ഫങ്ഷൻസിന് വേരിയേഷൻസ് ഉണ്ട്. ആൽക്കഹോൾ യൂസ് ചെയ്തിട്ടുള്ള പിന്നെ പ്രോബ്ലംസിനും അല്ലാതെ വരുന്ന ക്രോണിക് ആയിട്ടുള്ളതിനും ഇഷ്യൂസിനും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഈ രീതിയിൽ അഡിക്ഷൻ വന്നിട്ടാണ് നമ്മുടെ തോട്ട്സിനും കോഗ്നിറ്റീവ് ഫങ്ഷൻസിനും ന്യൂറോ സൈക്കോളജിക്കൽ ഫങ്ഷൻസിനും വ്യത്യാസം വരുന്നെങ്കിൽ അത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ വൺ ഈസ് FMAHA. ഇനി വേറെ ഉണ്ട് കേട്ടോ, മെന്റലി ഇൽ സബ്സ്റ്റൻസ് യൂസേഴ്സ്, അതിന് പറയുന്നത് MISU, then substance using mentally ill SUMI, and medically compromised substance using patient MCCU. ഇനി എന്താണ് ഈ സബ്സ്റ്റൻസ് യൂസിങ് മെന്റലി ഇൽ SUMI? അത് MISU പറയുന്നത് പേഷ്യന്റ് ജനറലി പ്രസന്റ് വിത്ത് സിംറ്റം ഓഫ് സിവിയർ ആൻഡ് എൻഡ്യൂറിംഗ് മെന്റൽ ഇൽനസ് that has been complicated by the use of psychotropic substance. മനസ്സിലായോ? സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് നമ്മൾ പ്രധാനമായിട്ട് ഇത് ഡ്രഗ്സ്. അപ്പം ഇപ്പം ഈ നമ്മൾ എന്താ പറയുക, മോർണിംഗിൽ പേപ്പർ വായിക്കുന്നത് തന്നെ ഒരു എന്താണ് ഹൊറർ ഫിലിം കാണുന്ന പോലെയൊക്കെയാണ്. ചില ദിവസങ്ങൾ പേപ്പർ എടുത്ത മോർണിംഗ് തന്നെ ഹൊറർ ഫിലിം കണ്ടു കഴിഞ്ഞ ഒരു ഫീലിംഗ് ആണ്. കാരണം അത്രയ്ക്കാണ്. അമ്മയെ അടിച്ചു, അച്ഛനെ അങ്ങോട്ട് വെട്ടി, അമ്മയെ അടിച്ചു, മരിച്ചു, കൊന്നു, ഇങ്ങനെ ഉള്ളതാണ്. എന്താണ് പ്രധാന കാരണം? ഈ ഡ്രഗ്സ് അല്ലെ. അപ്പം നമ്മൾ ആ ഡ്രഗ്സ് എന്ന് നമ്മൾ ആലോചിക്കണം, ഒരു മനുഷ്യന്റെ ലോജിക്ക് പോവുകയാണ്. നമ്മുടെ തോട്ട്സ് കംപ്ലീറ്റ്, നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ പോകും. നമ്മൾ അത്രയും അഗ്രസീവ് ആവുന്ന ഒരു പർപ്പസ്ഫുള്ളി ആയിരിക്കത്തില്ല. പക്ഷെ അന്നേരത്തെ ഈ ഡ്രഗ്സ് അഡിക്റ്റ് കൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും ഒന്നിനും ഒരു എന്താ പറയാ, ഒരു വിധത്തിൽ ന്യായീകരിക്കാനോ പറ്റാത്ത വിധത്തിന്റെ എക്സ്ട്രീം പോവാണ്. അത് മനുഷ്യനല്ലാതെ മാറുകയാണ്. ആനിമൽസിനെക്കാളും ഒക്കെ, ആനിമൽസ് കോമൺ സെൻസ് ഉണ്ടെന്ന് പറയാം, അതിനേക്കാൾ അപ്പുറം പോകുന്നു. ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ അഡിക്ഷൻ അല്ലെങ്കിൽ ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു കാര്യം അത്രമാത്രം നമ്മുടെ മെന്റൽ ഫങ്ഷൻസിനെ ബാധിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ സാധാരണ MISU ഉപയോഗിക്കുന്നത്. അതുപോലെ SUMI പേഷ്യൻസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദർ എക്സസീവ് use of psychotropic agents with the subsequent development of concomitant severe and persistent mental illness. ഇത്തരത്തിൽ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്താണ്, നമ്മുടെ സീസോഫ്രീനിക് മെന്റലി ഇഷ്യൂ ആയിട്ടുള്ള പേഷ്യന്റും ഈ പേഷ്യന്റും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മറ്റേ പേഷ്യന്റ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇവര് ഭയങ്കര അഗ്രസീവും കുറെ കൂടി വയലൻസ് ബിഹേവിയറും ആയിരിക്കും. ഇനി MCCSU patient characteristically use large amount of psychotropic agents in the presence of a long-term or severe physical injury, illness or ongoing medical conditions. അപ്പം അതാണ് അഡിക്ഷന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ്. അടുത്ത അപ്പൊ ഇതിനകത്ത് നിങ്ങളുടെ ബുക്കിനകത്ത് അതിന്റെ ഓരോന്നും തന്നിട്ടുണ്ട്. എന്താണ് MISUന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? MIS പേഴ്സൺ ഹാവ് എ DSM 4PR ആക്സിസ്. അതിനകത്ത് അമേരിക്കൻ സെക്രട്ടറി അസോസിയേഷനകത്ത് അങ്ങനെ തന്നെ അതിന്റെ ഓരോ സിംറ്റംസ് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, എങ്ങനെയാണ് എന്നുള്ളത്. അതുപോലെ SUMIയുടെ ക്യാരക്ടറിസ്റ്റിക്സും തന്നിട്ടുണ്ട്. അതും പേഷ്യന്റ് ഹാവ് സിവിയർ സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ് ആണ്. അതായത് ആൽക്കഹോളിസം, ഹെറോയിൻ, കൊക്കൈൻ അങ്ങനെ പറയുന്നത് അതില്ലാണ്ട് പറ്റില്ല. ഡിപ്പെൻഡൻസ് നമ്മൾ അതിന് ആ ആൽക്കഹോളിനകത്തോട്ട് എല്ലാ ആൽക്കഹോൾ കഴിക്കുന്ന വ്യക്തികൾ ആൽക്കഹോളിക് ഡിപ്പെൻഡൻസ് അല്ല. പക്ഷെ ഇവരുടെ ആൽക്കഹോളിക് ഡിപ്പെൻഡൻസ് എന്ന് പറയുമ്പോൾ ഇവരുടെ ജനറൽ ഡെയിലി റൂട്ടീൻ ഫങ്ഷന് ഒരു നോർമൽ വ്യക്തിയുടെ ഫങ്ഷന് നോർമൽ ഫങ്ഷനും അപ്പുറം അല്ലെങ്കിൽ നോർമൽ ഫങ്ഷൻ ഇല്ലാതെ ആക്കുന്ന വിധത്തില് ഈ വ്യക്തി മാറുമ്പോഴാണ് നമ്മൾ അതിനെ അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ SUMI person usually require treatment in alcohol or drug treatment program. SUMI person often have a
ഓർ എക്സിസ്റ്റന്റ് പേഴ്സണാലിറ്റി ഓർ ക്യാരക്ടറിസ്റ്റിക് ഡിസോർഡർ. നമുക്കറിയാം സാധാരണ രീതിയിൽ SUMI ഉള്ള പേഴ്സൺസ് ആണെങ്കിൽ പൊതുവെ ക്യാരക്ടർ ഡിസോർഡേഴ്സ് കോമൺ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ MCSU ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. MCSU ഓരോന്നിന്റെ ഫുൾ ഫോം ആദ്യം പറയുന്നുണ്ട് കേട്ടോ എന്താന്നുള്ളത് അതൊന്നുണ്ട്. ഫസ്റ്റ് പറയുന്നുണ്ട് ദ മെന്റലി ഇൽ സബ്സ്റ്റൻസ് യൂസേഴ്സ്, സബ്സ്റ്റൻസ് യൂസിങ് മെന്റലി ഇല്ലാണെങ്കിൽ SUMI, ആൻഡ് മെഡിക്കലി കോംപ്രമൈസ്ഡ് സബ്സ്റ്റൻസ് യൂസിങ് പേഷ്യൻസിനെ MCSU എന്ന് പറയും. ഇത്രയാണ് അതിനകത്ത് അഡിക്ഷനകത്ത് പ്രധാനമായിട്ട് പറയുന്ന അത് അസസ്മെന്റ് ചെയ്യുന്ന സ്കെയിലും കാര്യങ്ങളും പറയുന്നത്. ഇനി ഇതിനകത്ത് അടുത്തത് APA ethic codes. APA ethic codes എന്താണ്? അതായത് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഹാവ് സിൻസ് 1953 published and revised ethical standards. The most present publication, Ethical Principle of Psychologist and Code of Conduct in 2002. This code of ethics also governs both implicity and explicity a psychologist use of psychological test. അതായത് ഇപ്പം എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോഴും പറയുമ്പോഴും നോക്കുമ്പോഴും എല്ലാം അതിൻ്റെതായ കോഡും അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ പറയുന്നുണ്ട്. ഇന്ന ക്രൈറ്റീരിയ നോക്കുന്നതിന് ഇങ്ങനെയാണ്, ഇന്നത് നോക്കുന്നത് ഇങ്ങനെയാണ്, അതിന് ഇന്ന കോഡുണ്ട്, ഇങ്ങനെ എത്തിക്സ് ഉണ്ട്. ഇത് എല്ലാ പ്രൊഫഷനും ഉണ്ട്. ഇപ്പൊ അഡ്വക്കേറ്റ്സ് എങ്ങനെയാണ് നമുക്ക് ക്രൈം ആണോ അല്ലേ എന്ന് പറയുന്നത്? അവരുടെ കോഡ് അനുസരിച്ചിട്ടാണ് അല്ലെ, നമ്പേഴ്സ് ഇല്ലേ, ഈ ബാർ ഇത്രയാണെങ്കിൽ ഇന്നതാണ്, ഇന്നതാണെങ്കിൽ ക്രൈം ആണ്, ഇതിനാണെങ്കിൽ ക്രിമിനൽ ആണ്, ഇതാണെങ്കിൽ വധശിക്ഷ കിട്ടും, ഇങ്ങനെ പറയുന്നത് എന്താണ്? അവരുടെ കോഡുണ്ട്. അതുപോലെ നമുക്ക് സൈക്കോളജി ഫീൽഡിനകത്തും ഇത്തരത്തിൽ APAയുടെ കോഡുണ്ട്. ഈ രീതിയിലാണെങ്കിൽ ഈ വ്യക്തിയെ നമുക്ക് സിസോഫ്രീനിയ എന്ന് പറയാം, ഇങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറയാം, ഇയാൾക്കാണെങ്കിൽ നമ്മൾ ഇന്റലക്ച്വൽ എന്ന് പറയാം, ഈ വ്യക്തിയാണെങ്കിൽ നമുക്ക് ഡൾനോമൽ എന്ന് പറയാം. ഈ രീതിയിൽ നമ്മൾ APAയുടെ എത്തിക് കോഡ്സ് ഉണ്ട്. പിന്നെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. ദ എത്തിക് കോഡ് കൺസിസ്റ്റ് ഓഫ് 6 ജനറൽ പ്രിൻസിപ്പിൾ ആണ് മെയിൻ ആയിട്ടുള്ളത്. അത് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് കേട്ടോ. എത്തിക് കോഡ്സ് എന്താണെന്നുള്ളത് അറിയണം. നമ്മൾ ഈ ഫീൽഡിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്തൊക്കെയാണ് ഈ ഫീൽഡിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടുള്ള എത്തിക് കോഡ്സ് എന്തൊക്കെയാണ്. അത് മെയിനായിട്ട് 6 ജനറൽ പ്രിൻസിപ്പിൾ ആണുള്ളത്. അതൊന്ന് കോമ്പറ്റൻസ്, അടുത്തത് സൈക്കോളജിസ്റ്റ് മെയിൻറ്റെയിൻ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് കോമ്പറ്റൻസ് വേണം, ഇൻക്ലൂഡിങ് നോയിങ് ദെയർ ഓൺ ലിമിറ്റ് ആൻഡ് എക്സ്പെർട്ടൈസ്. അത് വളരെ പ്രധാനമാണ്. നമുക്ക് ഒരല്പം നോളേജ് വെച്ചിട്ട് വ്യക്തികളെ എടുത്ത് നമ്മൾ കൊളവാക്കി കളയരുത്. അതൊരു പ്രധാനമാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങളെ അതിനകത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ലിമിറ്റ്സ് വന്നു, നമുക്കിപ്പോൾ അറിയില്ല. ഇപ്പോൾ CBT നമുക്ക് നേരെ ചെയ്യാൻ അറിയില്ല, എൻ്റെ പ്രൈമറി പഠിച്ചു, പിന്നെ ബാക്കി അറിയില്ല. നമ്മൾ ഇപ്പോഴും സത്യം പറഞ്ഞാൽ വളരെ നോളേജ് ഉള്ള പാരൻസ് ആയിട്ട് പോലും കുട്ടികളെ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതുണ്ട്. ബൈപോളർ പേഴ്സണാലിറ്റി ഒന്നും മനസ്സിലാവുന്നില്ല. കുഞ്ഞിലേ മുതൽ പ്രോബ്ലംസ് കാണിക്കുമ്പോൾ പോലും അത് മടി കൊണ്ടാണ്, അപ്പൂപ്പൻ കൊഞ്ചിച്ചത് കൊണ്ടാണ്, അമ്മുമ്മ വളർത്തിയതിൻ്റെ ദോഷമാണ്, അച്ഛൻ നേരെ നോക്കാത്തത് കൊണ്ടാണ്, ഇങ്ങനെ നമ്മൾ പോവുകയാണ്. എന്നിട്ട് 26-27 വയസ്സിലെത്തുമ്പോൾ ഒരു ജോലിക്കും പോകാനും വയ്യ. ആകെ കുറേ ബിഹേവിയർ പ്രോബ്ലംസ് കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അയ്യോ ബൈപോളർ ആണെന്ന്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ പാരൻസിന് സാധിക്കുന്നില്ല. ഇതൊരു വശം പോട്ടെ, അവർക്ക് അറിവില്ലായ്മ കൊണ്ട്. ഇനിയോ ഇവിടെ ഇപ്പം എന്താ പറയാ, ഞാൻ വേറൊരു നെഗറ്റീവ് ആസ്പെക്ട്സ് പറയുന്നൊന്നും അല്ല കേട്ടോ, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും കോമൺ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ കൗൺസിലേഴ്സിൻ്റെ അടുത്തോ പോകും. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, ഇവർക്ക് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ബൈപോളറൊക്കെ വരുമ്പോൾ ആദ്യത്തെ 1 മണിക്കൂർ 2 മണിക്കൂർ നിങ്ങളെക്കാളും വളരെ നോളജ് ആയിട്ട് അവർ സംസാരിക്കും. നമുക്കൊന്നും അറിയുന്നുണ്ടാവില്ല. അത്ര കാര്യമായിട്ട് ഒരു കാര്യങ്ങൾ സംസാരിക്കും, ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് പേഴ്സൺ ആയിട്ട് തോന്നും, എവിടെ എന്തെന്നൊന്നും അറിയില്ല. അന്നേരം നിങ്ങൾ ജസ്റ്റ് ഒരു കൗൺസിലിംഗ് കൊടുത്തുകൊണ്ടിരിക്കും. മനസ്സിലായത്? നിങ്ങളെന്നല്ല ചെയ്യുന്ന വ്യക്തികൾ, നിങ്ങളെ പറയുന്നല്ല കേട്ടോ, ജനറൽ പറയാം.
ചെയ്തുകൊണ്ടിരിക്കും. ഈ വ്യക്തിയെ ഡയഗ്നോസ് ചെയ്യുന്നില്ല, ഡോക്ടറിൻ്റെ അടുത്ത് വിടുന്നുമില്ല, മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നതും ഇല്ല, മനസ്സിലാവണില്ല. ഇവരെ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ ഇതൊരു കണ്ടീഷൻ കഴിയുമ്പോൾ വേഴ്സ് ആവും. പാരൻസിനോട് അടുത്തൊരു സൈക്കോളജിസ്റ്റ് പറയൂ, അത് സൈക്കാട്രിസ്റ്റിനെ കാണിക്കൂ. അന്നേരം അവർക്ക് പോകാൻ വയ്യ, അയ്യോ എൻ്റെ മകനെ സൈക്കാട്രി ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കോമ്പറ്റൻസ്, കൃത്യമായിട്ട് കാര്യം അറിയാനും ഡയഗ്നോസ് ചെയ്യാനും മനസ്സിലാക്കാനും ഉള്ള ഒരു കഴിവുണ്ടാകണം. അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് പേഴ്സൺസിൻ്റെ പിന്നെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെയാണ് നമ്മൾ ബാധിക്കുന്നത്. അപ്പം ഈ 29 വയസ്സായി കഴിഞ്ഞിട്ടും ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ നടക്കും. പിന്നെ ഒരു 30-ാമത്തെ വയസ്സിലോ 31-ാമത്തെ വയസ്സിലായിരിക്കും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ആദ്യം ഡള്ളാകും. പിന്നെ അറിയാലോ, അപ്പം ഒന്നുമില്ല. എന്ന് തുടങ്ങേണ്ടത് 14-ാമത്തെ വയസ്സിലും കൊണ്ട് തുടങ്ങേണ്ടതായിരുന്നു. 14-ാമത്തെ വയസ്സിൽ കൃത്യമായിട്ട് ഒരു ഡയഗ്നോസ് ചെയ്ത് മെഡിസിൻ എടുക്കുകയോ തെറാപ്പി ചെയ്യേണ്ടതായിരുന്നു. ഇവിടെ പ്രശ്നം ഈ കോമ്പറ്റൻസിന്റെ ഒരു കുറവ്, കോമ്പറ്റൻസിന്റെ ഒരു കുറവുണ്ടോ, അതായത് ഈ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകാതെ ജസ്റ്റ് ഒരു കൗൺസിലിംഗ് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തെറാപ്പി ചെയ്യുകയോ, അത് കൃത്യമായ ഒരു പാറ്റേണിനകത്ത് ഈ വ്യക്തിയെ എന്ത് ചെയ്യണം. അപ്പൊ എല്ലാ പേഴ്സൺ വരുമ്പോൾ പോലും എല്ലാ തെറാപ്പിയും ആപ്ലിക്കബിൾ ആകുക പോലും ഇല്ല. ഓരോരുത്തർക്കും ഓരോന്നാണ് ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പൊ ഈ പറയുന്ന ഇതും ഒരു എത്തിക്കൽ പ്രിൻസിപ്പിളാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളെ നോക്കുന്ന മാനേജ് ചെയ്യാൻ കഴിവുള്ളവരെ തന്നെ നിങ്ങൾ വിടണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് അഡൾട്ട് കേസസ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ റെഫർ ചെയ്യൂ. ഇപ്പൊ ചിലർ അത് ചെയ്യില്ല, അവരിങ്ങനെ ജനറലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കോമ്പറ്റൻസ് എന്തെന്നുള്ളതെന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും എലാബറേറ്റ് ചെയ്ത് പോയത്. ഓക്കെ, അപ്പൊ ഇൻക്ലൂഡിങ് ദെയർ ഓൺ ലിമിറ്റ് ആൻഡ് എക്സ്പെർട്ടൈസ്, അതാണ് നിങ്ങളുടെ ലിമിറ്റ്സ്. ഇരിക്കുന്ന സൈക്കോളജിസ്റ്റ് ലിമിറ്റ്സും അവരുടെ എക്സ്പെർട്ടൈസും നോക്കണം. സെക്കൻഡ് പോയിന്റ്, ഇന്റഗ്രിറ്റി. സൈക്കോളജിസ്റ്റ് സീക്ക് ടു ആക്ട് വിത്ത് ഇന്റഗ്രിറ്റി ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ദെയർ പ്രൊഫഷണൽ റോൾസ്. ആ ഒരു നമ്മുടെ പ്രൊഫഷണൽ റോൾസിനകത്തുള്ള ഒരു ഇന്റഗ്രിറ്റി വേണം. അടുത്തത് പ്രൊഫഷണൽ ആൻഡ് സയന്റിഫിക് റെസ്പോൺസിബിലിറ്റി. Psychologists uphold professional standards of conduct. In psychological testing, this might require knowing when test data can be useful and when it cannot. നമ്മൾ ഈ പ്രൊഫഷണൽ ആൻഡ് സയന്റിഫിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡേറ്റ എടുക്കുന്നു, അസസ്മെന്റ് ചെയ്യുന്നു ഒക്കെ ചെയ്യുമ്പോൾ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട കാര്യമേ എടുക്കാവൂ. എടുക്കുന്നത് എന്തിനെന്നൊരു ഗോള് വയ്ക്കണം. നിങ്ങൾ ചുമ്മാ കുറെ ഡേറ്റ എടുക്കല്ല, ഇന്ന പർപ്പസിന് വേണ്ടി, കുട്ടിയുടെ ഇന്ന ടെമ്പറമെന്റ് നോക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഇന്ന കാര്യം നോക്കാൻ വേണ്ടി ഇത്ര ഡേറ്റ എടുക്കുന്നു. ഈ ഡേറ്റ നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾ അത് യൂസ്ഫുൾ ആക്കിയോ? ഈ ഡേറ്റ നിങ്ങൾ കുറെ കാര്യങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് കളക്ട് ചെയ്തു. ആ കളക്ട് ചെയ്ത് വച്ചിട്ട് നിങ്ങൾ ഈ വ്യക്തിക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള ഒരു കാര്യം പിന്നെ ചെയ്ത് കൊടുത്തുവോ? പ്രൊഫഷണൽ സയൻസ് അത് ആവശ്യമുള്ള കാര്യങ്ങൾ ഡേറ്റ റിക്വയർ ചെയ്യുക, എന്നിട്ട് അത് വ്യക്തിക്ക് യൂസ്ഫുൾ ആകുന്നു എന്നുള്ളത് നോക്കാം. ഇനി വേറൊന്ന്, റെസ്പെക്ട് ഫോർ പീപ്പിൾസ് റൈറ്റ് ആൻഡ് ഡിഗ്നിറ്റി. എത്ര മെന്റൽ പേഷ്യൻ്റ് ആയിട്ട് വന്നാലും, എന്ത് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് വന്നാലും ആ വ്യക്തിക്ക് റൈറ്റ് ഉണ്ട്. ആ വ്യക്തിയിൽ നന്മയുണ്ടാവാം, ആ വ്യക്തിയുടെ റൈറ്റ് ഉണ്ടാവാം, ആ വ്യക്തിക്ക് ഡിഗ്നിറ്റി ഉണ്ട്. അവന്റെ സിറ്റുവേഷൻസ് അല്ല അവന്റെ പ്രശ്നങ്ങൾ കാരണങ്ങൾ കൊണ്ട് വരുന്നു. അപ്പൊ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്ത് രൂപത്തിൽ വരട്ടെ. ഡീഅഡിക്ഷൻ സെന്ററിലൊക്കെ നമ്മൾ ചിലപ്പോൾ വർക്ക് ചെയ്യാനിരിക്കുമ്പോൾ അടിയൊക്കെ ഉണ്ടാക്കി വലിയ തലമുലയിൽ കെട്ടൊക്കെ വരികയാണ്. പക്ഷെ എന്നാലും വി ഹാവ് ടു റെസ്പെക്ട് ദം എന്നുള്ളതുണ്ട്. അപ്പൊ റെസ്പെക്ട് ഫോർ പീപ്പിൾസ് റൈറ്റ്സ്, ആ വ്യക്തിക്ക് അങ്ങനെയൊക്കെ വന്നാൽ ആ വ്യക്തി പറയുന്നതിൽ കുറച്ച് റൈറ്റ് ഉണ്ടാവാം. അത് ഒരു APA അല്ലെ എത്തിക്കൽ കോഡ്സ് ആണ്. റെസ്പെക്ട് ഫോർ പീപ്പിൾസ് റൈറ്റ്സ് ആൻഡ് ഡിഗ്നിറ്റി. സൈക്കോളജിസ്റ്റ് റെസ്പെക്ട് ദെയർ privacy and confidentiality of clients and have an awareness of cultural, religious and other source. റിലീജിയസ് അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഏത് കൾച്ചറിൽ നിന്ന് വന്ന വ്യക്തിയാണെങ്കിലും, ഏത് റിലീജിയസ് വന്നതാണോ, നമ്മൾ ഹ്യൂമൻ ആസ് എ ഹ്യൂമൻ ബീയിങ് വി ഹാവ് ടു റെസ്പെക്ട്. ഇനി കൺസേൺ ഫോർ അതേഴ്സ് വെൽഫെയർ. സൈക്കോളജിസ്റ്റ് ആർ അവെയർ ഓഫ് സിറ്റുവേഷൻ വെയർ സ്പെസിഫിക് ടെസ്റ്റ്. എന്താന്ന് വെച്ചാൽ ഏത് സിറ്റുവേഷനിൽ നിന്നാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഓർഡേർഡ് ബൈ ദ കോർട്ട്, അങ്ങനെ വരും. പിന്നെ ഇപ്പം ഫാമിലി കോർട്ടിൽ നിന്നൊക്കെ ഇരിക്കുവാണെങ്കിൽ കോർട്ടിന്റെ ഓർഡറിലായിരിക്കും നമ്മളുടെ അടുത്ത് ട്രീറ്റ്മെന്റിന് വരുന്ന. ചിലപ്പോൾ നമ്മൾ ഭയങ്കര കോൺഫിഡൻഷ്യൽ കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടത്. അപ്പം ഡിവോഴ്സിന് വേണ്ടി നിൽക്കുമായിരിക്കും ചെയ്യാൻ. അപ്പോൾ ഒരു ഫാമിലി കോർട്ടിനകത്ത് ഇരിക്കുന്ന ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ആ റിപ്പോർട്ട് കൃത്യമായി കോർട്ടിന്റെ ഓർഡറിനകത്ത് വരും. അത് നമ്മൾ ചെയ്ത് അത് നമ്മുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ ഡിസിഷൻ എടുക്കുന്നത്.
അപ്പൊ അത് ആ കൺസേൺ ഫോർ അതേഴ്സ് വെൽഫെയർ എന്ന് പറയുന്നത് മറ്റ് ഏരിയയിലുള്ള വ്യക്തികളുടെ കൂടെ, മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് പ്രൊഫഷൻ ഏരിയ ഇരിക്കുന്നവരെ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് ഒരു സൈക്കോളജി ഫീൽഡിൽ ഇരിക്കുന്ന സൈക്കോളജിസ്റ്റ്. ഇനി അടുത്ത സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സൈക്കോളജിസ്റ്റ് ഹാവ് പ്രൊഫഷണൽ ആൻഡ് സയന്റിഫിക് റെസ്പോൺസിബിലിറ്റി ടു കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി. നമ്മൾ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്? ഈ വ്യക്തിയെ നന്നാക്കി എടുക്കുമ്പോൾ ആർക്കാ പ്രയോജനം? കമ്മ്യൂണിറ്റിക്ക് ആൻഡ് സൊസൈറ്റി. അപ്പൊ നമ്മുടെ ഒരു റോൾ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയെയാണ് ശരിയാക്കുക എന്നുള്ളത്. ഒരു വ്യക്തിയെ എന്നല്ല. ഒരു വ്യക്തി നന്നാകുമ്പോൾ ആ വ്യക്തിയുടെ ബിഹേവിയർ കാരണം ചിലപ്പോൾ ആ വീട്ടിലുള്ള 5 പേർക്ക് പ്രശ്നമാണെങ്കിൽ ഈ ഒരു വ്യക്തിയെ നമ്മൾ നന്നാക്കുന്നതിലൂടെ ആ വീട്ടിലുള്ള 5 പേർക്ക് സുഖം കിട്ടുന്നു, അല്ലെങ്കിൽ ആ വ്യക്തികളുടെ പ്രശ്നങ്ങൾ മാറുന്നു. ഈ 5 പേരുടെ പ്രശ്നം മാറുമ്പോൾ അയൽപക്കത്തിനകത്തുള്ള 20 പേരുടെ പ്രോബ്ലംസ് മാറും. കാരണം ഈ വീട്ടിൽ നിന്ന് എന്നും വഴക്കും ബഹള, ആ ഏരിയയിലുള്ള 10-15 വീട്ടുകാർക്ക് എന്നും പ്രശ്നമാണ്. ഒരു ആൽക്കഹോളിക് ഒരു ഏരിയയിൽ ഉണ്ടെങ്കിൽ മതിയല്ലോ. എന്നൊരു ആൽക്കഹോളിക്ക് വന്ന് വൈഫിനെ അടിക്കുന്നു, ബഹളം ഉണ്ടാകുന്നു, പാത്രം എടുക്കുന്നു, ആ ഏരിയയിലുള്ള 30 ആൾക്കാരെ ബാധിക്കുന്നില്ലയോ? അപ്പൊ ഞാൻ പറയുന്നതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് സൈക്കോളജിസ്റ്റിന്റെ റോൾ എന്നാണ്. അപ്പൊ നമ്മൾ ചികിത്സിക്കുന്ന ഈ ഒറ്റൊരു വ്യക്തിയാണ്. ഈ വ്യക്തിയെ നമ്മൾ ചികിത്സിക്കുന്നു, ബെറ്റർ ആക്കുമ്പോൾ പ്രയോജനം എവിടെ വന്നു? 30 പേർക്ക് പ്രയോജനം വന്നു. ദാറ്റ് ഈസ് സോഷ്യൽ. അതാണ് ആലോചിക്കണം. നമ്മൾ ഇരിക്കുന്നപ്പോഴും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള പേഴ്സൺ ആയിട്ടായിരിക്കും നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ. ഇത്രയാണ് പ്രധാനമായിട്ട് എന്താണ് നിങ്ങളുടെ ബ്ലോക്ക് 1 ഉള്ള കാര്യങ്ങൾ കേട്ടോ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? മാം ഒരു ഡൗട്ട് ഉണ്ട്. അഡീഷണലിന്റെ ഒരു പോർഷൻ പറഞ്ഞിട്ടാണ് അഡീഷണൽ അസസ്മെന്റിന്റെ ഇതില്. അതില് MSSUല് മെഡിക്കൽ കണ്ടീഷൻ കൊണ്ടാണ് അവര് ഡ്രഗ്സ് എടുക്കുന്നെന്ന് പറഞ്ഞില്ലേ? അപ്പോ ലാർജ് എമൗണ്ടിൽ. അപ്പൊ അതെങ്ങനെയാണ് ഒരു അഡീഷൻ ആയിട്ട് മാറുന്നത്? കാരണം അവരുടെ മെഡിക്കൽ കണ്ടീഷൻ കൊണ്ട് എടുക്കുന്നതല്ലേ. അപ്പൊ അതൊരു ഡൗട്ടായിട്ട്. അല്ല, മെഡിക്കൽ കണ്ടീഷൻസ് കൊണ്ട് ഡ്രഗ്സ് എടുക്കുമ്പോഴും എന്താണ് ഇപ്പൊ ഞാൻ പറയട്ടെ, അതെങ്ങനെയാണ്? അത് അഡിക്ഷൻ അല്ല. അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ട്രൂത്ത്. എന്താണോ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ആ സബ്സ്റ്റൻസ്, ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ ഡെയിലി റൂട്ടീൻ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല എന്നുള്ളതാകുമ്പോഴാണ് നമ്മൾ അഡിക്ഷൻ ആവുന്നത്. ഈ മെഡിക്കൽ കാര്യങ്ങൾ കൊണ്ട് ഒരാളുടെ സൈക്കോളജിക്കൽ ഫങ്ഷൻസിന് പ്രശ്നം വരുമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നോർമലായിട്ട് ഇരിക്കുന്ന ഒരു അമ്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ ഒരു പ്രശ്നമില്ല, രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീണിട്ട് നെറ്റി ഭയങ്കരമായിട്ട് ഇടിച്ചു, ബ്ലഡ് ക്ലോട്ട് വന്നു. ആ ബ്ലഡ് ക്ലോട്ട്, സിവിയർ ബ്ലഡ് ക്ലോട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്തു? അത് ബ്ലഡ് അലിയാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുന്നു. അപ്പൊ ഈ ന്യൂറോ മെഡിസിൻസ് ആണ് കഴിക്കുന്നത്. ഈ ന്യൂറോ മെഡിസിൻസ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഈ ന്യൂറോ മെഡിസിൻസ് കൊടുത്തോടെ ബ്ലഡ് ക്ലോട്ട് അവിടെ അലിയിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഫ്രോണ്ടൽ ലോബിലോ അല്ലെങ്കിൽ ഫ്രോണ്ടൽ ലോബിലോ ആയിക്കോട്ടെ, ഈ ക്ലോട്ട് വന്നേക്കുന്നത് ഫ്രോണ്ടൽ ലോബിൽ എന്ന് വെക്കാം. ഈ വ്യക്തിക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 വർഷം മെഡിസിൻസ് കൊടുക്കുമ്പോൾ ബ്ലഡ് ക്ലോട്ട് നമുക്ക് അലിയിക്കാൻ അത് കൂടിയേ പറ്റുള്ളൂ. പക്ഷെ ഡെഫിനറ്റ്ലി ഈ മെഡിസിൻസ് കൊണ്ട് ഈ വ്യക്തിയുടെ ഫ്രോണ്ടൽ ലോബിന്റെ ഫങ്ഷൻസിന് വ്യത്യാസം വരും എന്ന് പറയുന്നത്. ഈ വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് ന്യൂറോ മെഡിസിൻസ് എടുക്കാതിരുന്ന അതിനും വേഴ്സൺ ആവും. ചിലപ്പോൾ സ്ട്രോക്ക് വരും, പാരാലിസിസ് വന്നു പോകും, കടന്നു പോകും. അപ്പൊ ഡോക്ടർ മെഡിസിൻ കൊടുക്കാൻ പറയും. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കൊടുത്തു വരുമ്പോൾ എന്താണ്? ബിഹേവിയറിൽ കുറെ ചേഞ്ചസ് വരും. ബിഹേവിയർ ഒരു ഓർമ്മയുടെ പ്രശ്നം, അല്ലെങ്കിൽ കുട്ടികളെ പോലത്തുള്ള ഒരു ബിഹേവിയർ വരും, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും അറ്റൻഷൻ നോക്കുന്നില്ല, എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് നടക്കുന്നില്ല.
എക്സിക്യൂട്ടീവ് കോൺഫിഡൻസിന് പ്രശ്നം വന്നു, അപ്പം എന്നെ കെയർ ചെയ്യുന്നുണ്ടോ? അതാണ് ഈ സ്ട്രോക്ക് ഒക്കെ വന്നു കഴിയുമ്പോൾ കണ്ടില്ലേ ബിഹേവിയർ. അപ്പൊ നമ്മൾ പറയോ ഇങ്ങനത്തെ അച്ഛനേ അല്ലായിരുന്നു, ഇങ്ങനെ അമ്മയെ അല്ലായിരുന്നു, ഇങ്ങനത്തെ അങ്കിളേ അല്ലായിരുന്നു, ഈ ഒരു വീഴ്ചയോടുകൂടി വ്യക്തിയുടെ സ്വഭാവം മാറി. മെഡിസിൻസിന്റെ എഫക്ട് ഉണ്ട്. അപ്പൊ അതാണ് മെഡിക്കൽ കണ്ടീഷന്റെ പ്രോബ്ലം കൊണ്ട് മെഡിസിൻസ് എടുക്കുമ്പോഴും എന്താണ് നമ്മുടെ ബിഹേവിയറിനകത്ത് ചേഞ്ചസ് വരും. ഓക്കെ വരദ, താങ്ക് യു. അപ്പൊ ഇത്രയും നമ്മൾ അങ്ങനെ എന്താണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് കഴിഞ്ഞു. ഓക്കെ, ഒരു 5 മിനിറ്റ് റെസ്റ്റ് വേണോ? 8:30 മണി വരെയാണേ നമ്മള്. 6:30 to 2 hours ആണ്. 6:30 to 8:30. ഒരു 5 minutes ബ്രേക്ക് തരട്ടെ? യെസ് മാം. വരദ മാത്രമേ ആൻസർ പറയുന്നുള്ളൂ. ഓക്കെ, ഒരു 5 minutes കഴിഞ്ഞിട്ട് അടുത്ത ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ. Okay, shall I start? സ്റ്റാർട്ട് ചെയ്യട്ടെ? കേൾക്കുന്നുണ്ടോ ആരെങ്കിലും? Anyone is hearing? Geetika, are you hearing? Yes, ma'am. Okay, so I'm continuing. Next part is block 2 unit 1. That's the first പറയുന്ന objectives of psychodiagnostic. Okay, and then mainly psychodiagnostic ഏരിയ ആണ് പറയുന്നത്. അതിനകത്ത് നിങ്ങളുടെ മെയിനായിട്ട് പറയുന്നുണ്ട് സൈക്കോ ഡയഗ്നോസ്റ്റിക്സിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന്. ക്ലിനിക്കൽ അസസ്മെന്റിനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പർപ്പസ് എന്താണ് സൈക്കോ ഡയഗ്നോസ്റ്റിക്കിന്റെ അസസ്മെന്റ്? അതായത് ഡയഗ്നോസിസ് ഏരിയ നമ്മളിപ്പം കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഈ സൈക്കോളജിക്കൽ ടെസ്റ്റും ടൂൾസും ക്വസ്റ്റ്യനെയറും എല്ലാം ഉപയോഗിക്കുന്നത് എന്താണ്? ലാസ്റ്റ് ഒരു വ്യക്തിയുടെ ഡയഗ്നോസിസ് പാർട്ടിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഇതിനകത്ത് മെയിൻ ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. പിന്നെ എന്താ ഡിഫറൻസ് ബിറ്റ്വീൻ സൈക്കോ ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് ആൻഡ് സൈക്കാട്രിക് കൺസൾട്ടേഷൻ എന്ന് പറയുന്നുണ്ട്. അതെന്താ മെയിൻ ഡിഫറൻസ്? ഈ സൈക്കാട്രിക് കൺസൾട്ടേഷൻ കൺസിസ്റ്റ് ഓഫ് എ ത്രൂ ക്ലിനിക്കൽ ഇന്റർവ്യൂ, review of record and observation of the patient's behavior by a psychiatrist or psychologist. For many psychiatric concerns, this is the most appropriate referral and connect the patient with the mental health provider. Psychodiagnostic testing is a specialized diagnostic procedure that identify and quantify degree of psychopathology. ആ പോയിന്റ് ആണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. സൈക്കോപാത്തോളജി ആണ് നമ്മൾ നോക്കുന്നത്. ഈ സൈക്കോ ഡയഗ്നോസ്റ്റിനകത്ത് മെയിനായിട്ട് ഒരു വ്യക്തിയുടെ പത്തോളജിക്കൽ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കി ആ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് അയാളെ ഒരു നോർമൽ റൂട്ടീൻ അല്ലെങ്കിൽ നോർമൽ ഫങ്ഷനകത്ത് മാറ്റിയെടുക്കുന്നതാണ് സൈക്കോ ഡയഗ്നോസ്റ്റിക് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതാണ് സൈക്കോ ഡയഗ്നോസ്റ്റിക് മേഖലയിൽ മെയിനായിട്ട് ചെയ്യുന്ന കാര്യം. Examples of appropriate referral for psychological testing include the following. എന്തൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിന് ഇൻക്ലൂഡ് ചെയ്യുന്നത്? പേഷ്യൻസ് ഹാവിങ് സബ്സ്റ്റൻസ് അബ്യൂസ് പ്രോബ്ലംസ് ഉണ്ടോ? പേഷ്യൻസ് വിത്ത് പോസിബിൾ ലേണിംഗ് ഡിസബിലിറ്റി ആണോ?
പേഷ്യൻസ് വിത്ത് സസ്പെക്റ്റഡ് മെൻ്റൽ ഹെൽത്ത് റിട്ടാർഡേഷൻ ആണോ, ഓർ പൂവർ ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ് ആണോ? ഇതൊക്കെ മെയിനായിട്ട് നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ബ്രോഡ് ഒരു അംബ്രല്ലയുടെ ടേമിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ മെയിനായിട്ട് കോമൺ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ പേഷ്യൻസ് വിത്ത് മൂഡ്, പിന്നെ സൈക്കോ ഡയഗ്നോസ്റ്റിക് പാർട്ട്, അതായത് വേറെ ഒബ്ജക്റ്റീവ്സ് ഓഫ് സൈക്കോ ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത് പേഷ്യൻറ്റ് വിത്ത് മൂഡ് ഡിസോർഡേഴ്സ് ആണ്, പേഷ്യൻറ്റ് വിത്ത് ആൻസൈറ്റി ആൻഡ് പാനിക് ആണ്, പേഷ്യൻസ് ഹൂ ഹാവ് എക്സ്പീരിയൻസ്ഡ് ട്രോമ, children and adolescents who are acting out, patients with suspected personality disorders. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമുക്ക് ഒരു എന്താ പറയുക ഒരു ബ്രോഡ് ടേമിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഡയഗ്നോസ് ചെയ്ത് ഇതാണോ, അതായത് വ്യക്തിക്കും പിന്നെ സൈക്കോപത്തോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ വ്യക്തിക്ക് പേഴ്സണാലിറ്റി പ്രോബ്ലം ആണോ, കുട്ടികൾക്കാണെങ്കിൽ ഇന്റലക്ച്വൽ ഫങ്ഷനിങ് ആണോ പ്രശ്നം, അല്ലെങ്കിൽ മെന്റൽ റിട്ടാർഡേഷൻ അതാണല്ലോ ഇന്റലക്ച്വൽ ഫങ്ഷൻ ആണോ പ്രശ്നം, അല്ലെങ്കിൽ ലേണിംഗ് ഡിഫിക്കൽറ്റി ഉള്ള കുട്ടിയാണോ, സബ്സ്റ്റൻസ് അബ്യൂസ് പ്രോബ്ലംസ് ആണോ, ഈ രീതിയിൽ കാര്യം നമ്മൾ അസസ് ചെയ്ത് എടുക്കുന്നതാണ് സൈക്കോ ഡയഗ്നോസ്റ്റിക്. സൈക്കോ ഡയഗ്നോസ്റ്റിക്കിന്റെ ഡിഫറെൻറ്റ് ഏരിയ അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ഏരിയാസ് ആണ് ഈ പറഞ്ഞത്. ഇനി ആപ്ലിക്കേഷൻ ഏരിയ ജനറലായിട്ട് പറഞ്ഞു, ഇനി കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിലോ ഫോറൻസിക് ഉണ്ട്, ഇൻഷുറൻസ് സെറ്റിൽമെന്റ് ഉണ്ട്, എംപ്ലോയ്മെന്റ് എൻവയോൺമെന്റ് ഉണ്ട്. അത് നിങ്ങളുടെ ബുക്കിനകത്തുണ്ട്, പേജ് നമ്പർ 7. ഫോറൻസിക്. In this context, 80% of psychological testing is ordered when the defendant's psychiatric condition is seen important in criminal cases. പിന്നെ ഇൻഷുറൻസ് സെറ്റിൽമെന്റ് എന്താ പറയുന്നത്, ഇൻഷുറൻസ് കമ്പനീസ് റിലേ ഓൺ സൈക്കോഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോർ എ വെറൈറ്റി ഓഫ് ഡിസബിലിറ്റി ആൻഡ് വർക്ക്മാൻ കോമ്പൻസേഷൻ കേസസ്. സോഷ്യൽ സർവീസ് ഏരിയാസിൽ പ്രധാനമായിട്ട് നോക്കുന്നതാണ് ഇൻഷുറൻസ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. എംപ്ലോയ്മെന്റ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് സൈക്കോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ് വാസ് ഒറിജിനലി ഡെവലപ്ഡ് യൂസിംഗ് വേൾഡ് വാർ, അതല്ല ഇറ്റ് ഈസ് സ്റ്റിൽ യൂസ്ഡ് എക്സ്റ്റെൻസീവ് ഇൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അതായത് മിലിറ്ററി. അത് എംപ്ലോയ്മെന്റ് എൻവയോൺമെന്റ്സിൽ ഡയഗ്നോസ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു റിക്രൂട്ട്മെന്റ്സിന് ഉപയോഗിക്കും, ഇപ്പം ആദ്യം പറഞ്ഞായിരുന്നു IT പ്രൊഫഷണൽ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ഏരിയകളിലും, എല്ലാ പ്രൊഫഷൻ ഏരിയകളിലും, എല്ലാ കരിയറിനകത്തും നമ്മൾ മെയിനായിട്ട് സൈക്കോളജിക്കൽ ടെസ്റ്റ് നോക്കുന്നുണ്ട്, ഒരു വ്യക്തിയുടെ ആപ്റ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡ്, സ്കില്ല് ഒക്കെ നോക്കാനായിട്ട്. അപ്പം അതൊക്കെയും ആപ്ലിക്കേഷൻ ഓഫ് സൈക്കോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ് അതർ ഫീൽഡാണ്. പിന്നെ സ്കൂൾ സെറ്റിംഗ് പ്രധാനമാണ്. സ്കൂൾ സെറ്റിങ്ങിനകത്ത് കുട്ടികളെ ഈ പറയുന്ന പോലെ മെൻ്റലി ചലഞ്ച് കുട്ടിയാണോ, പിന്നെ നമ്മൾ ഈ മെൻ്റലി ചലഞ്ചിന് പോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഗിഫ്റ്റഡ് ചൈൽഡ് ആണോ എന്ന്. ചില കുട്ടികൾ പെട്ടെന്ന് ആൻസർ വിളിച്ച് പറയും, പിന്നെ മറ്റാർക്ക് ആൻസർ പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ പറയും ഒരു അടക്കം ഇല്ലാത്ത കുട്ടി എന്ന് പറയും. പക്ഷെ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുന്നില്ല, ക്ലാസ്സിനകത്ത് ഭയങ്കര റെസ്റ്റ്ലെസ് ആവുന്നു, പെട്ടെന്ന് എഴുന്നേൽക്കുന്നു. ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഉണ്ട് കേട്ടോ. ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളിങ്ങനെ ക്ലാസ് എടുത്ത് വരുമ്പോൾ തന്നെ അവർക്കത് മനസ്സിലായി കഴിഞ്ഞു, പിന്നെ അവർക്ക് ബോറടിക്കും. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് ആൻസർ മനസ്സിലായി കഴിഞ്ഞു, പിന്നെ അടുത്ത ആൾക്കാരോട് ടീച്ചർ ഓരോ കുട്ടികളുടെയും പേര് ചോദിച്ച് അവരോട് ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടിക്ക് ഇവിടെ ബോറടിക്കും. അപ്പം എന്താ, ബിഹേവിയറൽ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യും. കാരണം വ്യക്തി ഗിഫ്റ്റഡ് ആണ്. അങ്ങനെ ശരിക്കും സ്കൂൾസിൽ ഇവിടെ എനിക്കറിയില്ല, പക്ഷെ എബ്രോഡൊക്കെ ആണെങ്കിൽ ക്ലാസ്സിനകത്ത് അങ്ങനെ ഗിഫ്റ്റഡ് ചിൽഡ്രന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ പിന്നെ സിലബസ് മോഡിഫിക്കേഷൻ ചെയ്യും, വേറെ രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്യും. ഗിഫ്റ്റഡ് ചിൽഡ്രന് ആ രീതിയിലായിരിക്കും ടീച്ചർ വർക്ക്ഷീറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഗിഫ്റ്റഡ് ചിൽഡ്രന് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടും കോംപ്ലക്സ് ആയിട്ടുള്ള വർക്ക്ഷീറ്റ് കൊടുക്കും. കാരണം ഒരു ക്രിസ്മസ് ട്രീ വരയ്ക്കാനാണ് ഒരു ഗിഫ്റ്റഡ് ചെയ്യാനോട് പറഞ്ഞാൽ അതിന് 2 മിനിറ്റ് മതി. പക്ഷെ അതേ ക്ലാസ്സിനകത്ത് ബിലോ ആവറേജ് നോർമൽ കുട്ടി ഇരിക്കുന്നുണ്ടാവും. ആ കുട്ടി ഒരു ക്രിസ്മസ് ട്രീ വരച്ച് കളറൊക്കെ ചെയ്ത് വരുമ്പോൾ 10-30 മിനിറ്റ് എടുക്കുമായിരിക്കും. പക്ഷെ അതേസമയം മറ്റേ കുട്ടിക്ക് 5 മിനിറ്റ് മതി. അപ്പൊ ഇത് നമുക്ക് ആദ്യം മനസ്സിലാവത്തില്ല, കുട്ടി ഗിഫ്റ്റഡ് എന്ന് മനസ്സിലാകത്തില്ല. അടക്കമില്ലായ്മ, പിന്നെ എന്താ അടങ്ങിയിരിക്കാൻ പ്രയാസം, അറ്റൻഷൻ പ്രശ്നമാണെന്നൊക്കെ വിചാരിക്കും. ചിലപ്പോൾ അതായിരിക്കത്തില്ല, കുട്ടി ഗിഫ്റ്റഡ് ആയിരിക്കും. അപ്പൊ അത് സ്കൂൾ സെറ്റിങ്സിനകത്ത് ഈ സൈക്കോ ഡയഗ്നോസ്റ്റിക്കിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ അടുത്തത് ഏരിയ കവേർഡ് ബൈ ഇൻ സൈക്കോ ഡയഗ്നോസ്റ്റിക്. അടുത്ത ഏരിയ ആണ്
എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇത് നോക്കുന്നത്? സൈക്കോ ഡയഗ്നോസ്റ്റിക് ഏരിയ ഏതൊക്കെ ഏരിയയിലൂടെയാണ്, അതായത് ഒരു വ്യക്തിയുടെ കേട്ടോ, ഒരു പേഴ്സന്റെ ഏതൊക്കെ ഏരിയയിലൂടെയാണ് നമ്മൾ സൈക്കോ ഡയഗ്നോസ്റ്റിക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അത് ഒന്നെന്ന് പറയുന്നത് ഐഡന്റിഫൈങ് ഇൻഫർമേഷൻ, പിന്നെ പ്രസന്റിങ് കംപ്ലൈൻറ്റ്സ്, പ്രസന്റിങ് അപ്പിയറൻസ്, precipitating factors and history the problem, and history of the person, developmental history, family history, school history, peer relations, sexual history, work history and medical history. ഇനി ഇതിനകത്ത് ഓരോന്ന് പറയാം. ഐഡന്റിഫൈങ് ഇൻഫർമേഷൻ എന്താണ്? ആദ്യം ഒരു വ്യക്തി വന്നു, ആ വ്യക്തിയുടെ മാക്സിമം ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നു. പിന്നെന്താ? പ്രസന്റിങ് കംപ്ലൈൻറ്റ്സ്. വന്നിരിക്കുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തിനാണ് ഈ വ്യക്തി വന്നത്, എന്താണ് പ്രസന്റ് ഇഷ്യൂ? അവരിങ്ങനെ പറഞ്ഞു പോകും, പക്ഷെ നമ്മൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവരിപ്പം അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്, ഇപ്പം എന്താണ് ആ വീട്ടുകാർക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്താണ് ഇപ്പം വേണ്ടത്. പ്രസന്റിങ് കംപ്ലൈൻറ്റ്. ഇനി പ്രസന്റിങ് അപ്പിയറൻസ്. അപ്പോൾ വ്യക്തി വന്നിരിക്കുമ്പോൾ ഉള്ള അപ്പിയറൻസസ് എങ്ങനെയാണ്, ഷാബിയാണോ, അത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ വന്നിരിക്കുമ്പോൾ ഉള്ള ലുക്ക് അല്ലെങ്കിൽ ആ രീതികൾ എങ്ങനെയാണുള്ളത്. പിന്നെ precipitating factors and history of the problem, അതായത് ഇപ്പൊ വന്നിരുന്ന പ്രശ്നം, ഇപ്പൊ തലവേദന എന്ന് പറഞ്ഞു വന്നപ്പോൾ എത്ര തലവേദന, ഇപ്പൊ ഭയങ്കര നല്ല തലവേദനയുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഹിസ്റ്ററി കൊടുക്കുക, എന്ന് മുതൽ തുടങ്ങി, എപ്പോൾ മുതൽ തുടങ്ങി, അപ്പൊ ഈ തലവേദന ഇല്ലാതിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു നിങ്ങൾ? കാരണം ഇപ്പൊ തലവേദന ആണ്, ആരോടും സംസാരിക്കണില്ല, ഇപ്പൊ ഒരാഴ്ചയായിട്ട് ആരോടും മിണ്ടുന്നില്ല. പക്ഷെ അതല്ല ആ വ്യക്തി തലവേദന തുടങ്ങുന്നതിന് 1 മാസത്തിനോ 1.5 മാസം നല്ല ചിയർഫുൾ ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. അപ്പൊ ആ വ്യക്തിയുടെ precipitating ഫാക്ടേഴ്സ് എടുക്കണം, ആ ഹിസ്റ്ററി ഓഫ് ദ പ്രോബ്ലം എടുക്കണം. തലവേദന എന്നു മുതൽ തുടങ്ങി, എപ്പോൾ മുതലാണ് ഈ ബിഹേവിയർ, ആരോടും മിണ്ടാത്ത ബിഹേവിയർ കാണിക്കുന്നത്. ഇപ്പൊ പറയുന്നത് മുറി അടച്ചപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ആ വ്യക്തിയുടെ ഹിസ്റ്ററി എടുക്കണം. ഇനി ജനറൽ ഹിസ്റ്ററി ഓഫ് ദ പേഴ്സൺ, പ്രോബ്ലത്തിന്റെ ഹിസ്റ്ററി തെറ്റിപ്പോകരുത്. ഹിസ്റ്ററി ഓഫ് ദ പ്രോബ്ലം ഉണ്ട്, ഹിസ്റ്ററി ഓഫ് ദ പേഴ്സൺ ഉണ്ട്. ഹിസ്റ്ററി ഓഫ് ദ പ്രോബ്ലം അങ്ങനെ തലവേദനയാണ് അവിടുത്തെ പ്രോബ്ലം, ഈ തലവേദനയുടെ ഹിസ്റ്ററി എടുക്കണം. എന്ന് മുതൽ തുടങ്ങി, എപ്പോൾ മുതൽ തുടങ്ങി, എങ്ങനെയാണ്, എത്ര നാളായിട്ട് ഇങ്ങനെ സിവിയറിറ്റി വരുന്നു എന്നുള്ള ഹിസ്റ്ററി. അത് എന്ത് അസുഖമാണോ വരുന്നത്, എന്താണോ പറയുന്നത്, അതിന്റെ ഹിസ്റ്ററി. ഇനി ഹിസ്റ്ററി ഓഫ് ദ പേഴ്സൺ, അതെന്നാ വ്യക്തിയുടെ ഹിസ്റ്ററി എടുക്കണം, ആ വ്യക്തിയെ കുറിച്ച്. അപ്പൊ എവിടുന്ന് തുടങ്ങണം? ഡെവലപ്മെന്റൽ ഹിസ്റ്ററിയും തുടങ്ങണം. ഡെവലപ്മെന്റൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അമ്മ വേണം, അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ കുട്ടിയെ അടുത്തറിയുന്ന ആരെങ്കിലും, കുട്ടിയാവോ വലിയ ആളാകട്ടെ, ആരായാലും അമ്മയോ അച്ഛനാണ് പറയുന്നത്. ചില പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അമ്മയോ ആരെങ്കിലും കൊണ്ടുവരാൻ തന്നെ, മിക്കവാറും അമ്മയെ തന്നെ കൊണ്ടുവരാൻ പറയും. എന്നാലേ ക്ലിയർ ഈ വ്യക്തി എന്തെന്ന് മനസ്സിലാവുള്ളൂ. അമ്മ വരുമ്പോഴാണ് അത് ക്ലിയർ ആവണം. അപ്പോൾ നമ്മള് ഡെവലപ്മെന്റൽ ഹിസ്റ്ററി നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണേ. പ്രീനേറ്റൽ, ഡെലിവറിക്ക് മുന്നേ, പ്രഗ്നൻസിയിലുള്ള അമ്മയുടെ കാര്യങ്ങള്, ഡെലിവറി എങ്ങനെയായിരുന്നു, പെരിനേറ്റൽ, പിന്നെ പോസ്റ്റ് നേറ്റൽ, ജനിച്ചതിന് ശേഷം ബർത്ത് ക്രൈ എങ്ങനെയായിരുന്നു, അതിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം പിന്നെ ഓരോ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ്, ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ്സ്, ഒരു 3 വയസ്സിൽ 5 വയസ്സ് അങ്ങനെയുള്ള, അതായത് ഏർലി ചൈൽഡ്ഹുഡ് ആയിട്ട് നമുക്ക് തിരിക്കാം. അതിന് മിഡിൽ ചൈൽഡ്ഹുഡ്, ലേറ്റ് ചൈൽഡ്ഹുഡ് അങ്ങനെ തിരിക്കാം. പിന്നെ ഫാമിലി ഹിസ്റ്ററി, ഈ വ്യക്തിയുടെ ജനറൽ ആയിട്ടുള്ള ഫാമിലി എങ്ങനെയായിരുന്നു. ഇതിനകത്ത് പ്രധാനമായിട്ട് ഫാമിലി ഹിസ്റ്ററി ശ്രദ്ധിക്കേണ്ടത്, ഈ വീട്ടിൽ ഇതേ പ്രശ്നമുള്ള ആരെങ്കിലും ഉണ്ട്, ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ നോക്കുന്നത് അതാണ്. അതായത് സീസോഫ്രീനിക്ക് ഇതേപോലെ വ്യക്തിക്ക് തലവേദന, അച്ഛനും അമ്മയ്ക്കും ഇതുപോലത്തെ തലവേദനയുണ്ടോ, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഇതുപോലത്തെ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടോ, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും സൈക്കാട്രിക്, കുടുംബത്തിനകത്ത് അടുത്ത വേണ്ടപ്പെട്ട ആരെങ്കിലും സൈക്കാട്രിക് മെഡിസിൻ കഴിക്കുന്നുണ്ടോ. ഇതൊക്കെയാണ് ഫാമിലി ഹിസ്റ്ററി നോക്കുന്ന. അച്ഛൻ, അമ്മ, അതൊരു ഫാമിലി ട്രീ ഒക്കെ വരയ്ക്കാൻ നിങ്ങളെ ഇനി അടുത്ത ഈ പ്രോജക്റ്റിന്റെ പാർട്ടായിട്ടും നിങ്ങളുടെ പിന്നെ ഇന്റേൺഷിപ്പിന്റെ പാർട്ടായിട്ടൊക്കെ വരും കേട്ടോ. ഫാമിലി ട്രീ ഒക്കെ വരയ്ക്കാൻ പഠിക്കാം. അപ്പോൾ അച്ഛൻ്റെ എങ്ങനെയാണ്, മെയിലിന് എങ്ങനെ സിമ്പിൾ കൊടുക്കും, ഫീമെയിലിന് എങ്ങനെ സിമ്പിൾ കൊടുക്കും, ഏജ് വയ്ക്കും, പിന്നെ എങ്ങനെയാണ് ഓരോ പാത്തോളജി എങ്ങനെ മാർക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ട്രീ ആയിട്ട് വരയ്ക്കുക. അതിനകത്ത് എല്ലാം കാണും, 2 ജനറേഷൻ്റെ ഒക്കെ ട്രീ അതിനകത്ത് കാണും. അതായത് ഒരു പിക്ചർ, ഫാമിലി ഹിസ്റ്ററി. പിന്നെ സ്കൂൾ ഹിസ്റ്ററി, വ്യക്തി സ്കൂളിൽ പോയപ്പോൾ മുതൽ, തുടക്കം മുതൽ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഈ വ്യക്തിയുടെ പിയർ റിലേഷൻ, കൊച്ചിലെ മുതലേ കൂട്ടുകാരായിട്ടൊക്കെ എങ്ങനെയാണോ എന്നുള്ളത്. പിന്നെ സെക്ഷൽ ഹിസ്റ്ററി, സെക്ഷൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. പിന്നെ വർക്ക് ഹിസ്റ്ററി, അതായത് ജോലിക്ക് പോകുന്നുണ്ട്, ചിലപ്പോൾ ഇപ്പം ഭയങ്കര മൂടിയായിരിക്കാം, ചിലപ്പോൾ ഒന്നിനും സ്റ്റേബിലിറ്റി കാണില്ല, ഒരു ജോലി കിട്ടും അത് കളയും അങ്ങനെ. പിന്നെ അതർ മെഡിക്കൽ ഹിസ്റ്ററി, വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്, അത് വളരെ പ്രധാനമാണ്. വേറെയൊക്കെ മെഡിസിൻസ് എടുക്കുന്നുണ്ടോ, ചിലർക്ക് തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ട് മൂഡ് ഡള്ളായിട്ടിരിക്കാം. അപ്പൊ അതുകൊണ്ട് മെഡിക്കൽ ഹിസ്റ്ററി വളരെ പ്രധാനമാണ്. വരുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ബൈപ്പോളറാന്ന് വന്നാൽ പോലും മെഡിക്കൽ ഹിസ്റ്ററി ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം അയാൾക്ക് വേറെ ഇതിന്റെ കൂട്ടത്തിൽ തൈറോയിഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖത്തിന്റെ ഉണ്ടെങ്കിൽ അതും ഇതും കൂടി കയറി കണക്റ്റഡ് ആവും. അപ്പം ചിലപ്പം കണ്ടീഷൻ വേഴ്സ് ആവും. നമ്മൾ ചിലപ്പോൾ ജനറൽ മെഡിസിൻ കൊടുക്കുമ്പോൾ തന്നെ ബോഡിയുടെ ബാക്കി ബയോളജിക്കൽ സിസ്റ്റം ശരിയാകുമ്പോൾ ചിലപ്പോൾ മെന്റൽ ഇതും മാറും. നമ്മുടെ ഫുഡ് തന്നെ നമ്മുടെ ബിഹേവിയറിനെ മാറ്റും. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ മെഡിക്കൽ ഹിസ്റ്ററിയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്.
മനസ്സിലാവുന്നുണ്ടോ ശ്രീജ? ശ്രീജ ഉണ്ടോ അതിനകത്ത്? ഉണ്ടല്ലോ. മനസ്സിലാവും. ഓക്കെ. അടുത്തത് യൂണിറ്റ് 2. അതിനകത്ത് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ സൈക്കോ ഡയഗ്നോസ്റ്റിക്. അതിനകത്ത് പറഞ്ഞാൽ ദിസ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി concerned with the use of tests, the evaluation of personality and the determination of factors underlying human behavior. Any of various methods used to discover the factors that underlie behavior, especially maladjusted or abnormal behavior. മെയിനായിട്ട് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ബ്രാഞ്ച് പറയുകയാണ്. ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ സൈക്കോ ഡയഗ്നോസ്റ്റിക് ആണ് പറയുന്നത്. അതിനകത്ത് പറഞ്ഞു മെയിനായിട്ട് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിൻ്റെ ഫാക്ടേഴ്സ് കണ്ടെത്തുക, ആ ബിഹേവിയർ എന്താണെന്ന് മനസ്സിലാവുക, അത് മാലഡ്ജസ്റ്റഡ് ആണോ അല്ലെങ്കിൽ അബ്നോർമൽ ബിഹേവിയർ ആണോ നോർമൽ ബിഹേവിയർ ആണോ എന്നുള്ളത് മനസ്സിലാക്കുക. അതിനകത്ത് കൾച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു കൺട്രിയിലെ നോർമൽ ബിഹേവിയർ മറ്റൊരു കൺട്രിയിലെ നോർമൽ ബിഹേവിയർ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് കൾച്ചർ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ആദ്യം പറഞ്ഞു. ഓക്കെ. Then the branch of clinical psychology that emphasizes the use of psychological tests and technique to assessing mental illness. ഇത് നിങ്ങളുടെ പേജ് നമ്പർ 23 ഉണ്ട്. ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ സൈക്കോ ഡയഗ്നോസ്റ്റിക്. ഇനി എന്തൊക്കെ ഡിസോർഡേഴ്സിനാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്? അതിനകത്തുണ്ട് മെന്റൽ റിട്ടാർഡേഷൻ, ലേണിംഗ് ഡിസബിലിറ്റി നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, അത് പ്രധാനമായിട്ടുള്ള ഒരു കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും വലിയ ആൾക്കാരുടെ കാര്യത്തിലാണെങ്കിലും ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഒരു പ്രത്യേക ഒരു വിഭാഗമാണ് ഓട്ടിസം. പിന്നെ ഡിപ്രഷൻ, ആൻസൈറ്റി ഡിസോർഡേഴ്സ്, അതുപോലെ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറീസ് നമ്മൾ ആദ്യം പറഞ്ഞു. ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറീസ്, ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, അത് ഇതാണ് ബുൾമിയ. ഒന്നുകിൽ ഒട്ടും ഫുഡ് കഴിക്കില്ല, അതങ്ങനെ ഉണ്ട്. ബോഡി ലുക്ക് അല്ലെങ്കിൽ അതിനകത്ത് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നെർവോസ് പറയും, അത് ഒട്ടും ഫുഡ് കഴിക്കില്ല. അല്ലെങ്കിൽ ഓവർ ഈറ്റിംഗ്, അതും വരും. അത് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ആണ്. പിന്നെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, 5 മിനിറ്റ് ഒരെണ്ണത്തിരിക്കാൻ പറ്റത്തില്ല, അത് കഴിയുമ്പോൾ അതിനകത്തോട്ട് വേറെ ഡൈവേർട്ട് ചെയ്തും പോകും. അത്തരത്തിലുള്ള അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. പിന്നെ കണ്ടക്ട് ഡിസോർഡർ, ഇതും ശ്രദ്ധിക്കേണ്ടതാണ്. ചില കുട്ടികളെ നമ്മൾ എത്ര വീട്ടുകാർ ഫ്രം ദ ബിഗിനിങ്, ചിലപ്പോൾ അച്ഛനും അമ്മയും വളരെ ക്വൈറ്റായിരിക്കും, അവരുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഒരു സ്വഭാവത്തിന്റെ പ്രശ്നങ്ങൾ പറയാനൊന്നും വീട്ടിൽ നിന്ന് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറയുന്ന മോശം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ കുട്ടി എപ്പോഴും ബാഡ് വേർഡ്സേ പറയത്തുള്ളൂ. കൊച്ചു കുട്ടിയായി കഴിഞ്ഞ് വലുതായപ്പോൾ പോലും ഇങ്ങനെ എപ്പോഴും ഇൻസൾട്ട്സിനെ കൊല്ലുക, അല്ലെങ്കിൽ എപ്പോഴും ഒരു എനിക്കറിയാം ചെറിയ കുട്ടി, ഒരു പണ്ടൊരു കേസ് വന്നതിനെ ഓർക്കുകയാണ്. അവനെ കാണുമ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ള പൂച്ചകൾ ഓടും. എന്നുവെച്ചാൽ ഇവൻ പൂച്ചയെ കടിക്കും, ഇവൻ പോയിട്ട് പൂച്ചയുടെ മുഖത്ത് കടിക്കും. അപ്പം കണ്ടക്ട് ഡിസോർഡറിന്റെ ഒരു പാർട്ടായിരുന്നു കുട്ടിക്ക്. അപ്പം അത്തരത്തിൽ വരുന്നതിന് നമുക്കൊന്നും ചെയ്യാന്ന് പറഞ്ഞത് ബിഹേവിയർ മാനേജ്മെന്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല, മെഡിസിൻ തന്നെ എടുക്കണം. ജെനറ്റിക് ആണ്, എവിടുന്നെങ്കിലും ഈ ഒരു ജീന് ഫാമിലി, ചിലപ്പം അതാണ് ഈ ഫാമിലി ഹിസ്റ്ററി എടുക്കുന്നതിൻ്റെ ഒരു ഇത്. 3 ജനറേഷനോ 4 ജനറേഷനോ മുമ്പുള്ള ജീൻ പോലും നമുക്ക് വരും. അപ്പൊ അത്തരത്തിലുള്ള ജെനറ്റിക് പ്രോബ്ലംസ് കൊണ്ടുവരുന്ന കണ്ടക്ട് ഡിസോർഡേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടക്ട് ഡിസോർഡേഴ്സിന് ചിലപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കണം. അപ്പോൾ ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, കണ്ടക്ട് ഡിസോർഡർക്ക് ഒരു പ്രത്യേക വിഭാഗത്തിനകത്തുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഓപ്പോസിഷണൽ ഡിഫിയന്റ് ഡിസോർഡർ, എന്ത് പറഞ്ഞാലും അത് നെഗറ്റീവ് ആയിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് ചെറിയ കാര്യങ്ങൾക്കല്ല കേട്ടോ, പക്ഷെ നമ്മളത് വളരെ ശക്തമായിട്ട് ഈ ഓപ്പോസിഷണൽ ഡിഫിയന്റ് ഡിസോർഡർ എന്തിനും ഓപ്പോസിറ്റ് ആയിരിക്കും. ചെയ്യൂല, എന്ത് പറഞ്ഞാലും ഓപ്പോസിറ്റ് ആയിരിക്കും. അതും നമ്മൾ ചിലപ്പോൾ മെഡിസിൻ കൊടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായിരിക്കും. പിന്നെ നേരത്തെ ആദ്യം പറഞ്ഞു നമ്മൾ സബ്സ്റ്റൻസ് അബ്യൂസ് ആൻഡ് ഡിപ്പെൻഡൻസി, പിന്നെ സബ് സിൻഡ്രോം ഹൈപ്പർ സിൻഡ്രോം. അതെന്താ വെച്ചാൽ ബ്രെയിൻ ഫങ്ഷൻസിനകത്ത് വരുന്നതാണ് ഈ രണ്ടും. അവസാനത്തെ കാര്യം അപ്പൊ ഇത് മൊത്തം നമ്മൾ എന്തിനാണ് പ്രധാനമായിട്ട് സൈക്കോ ഡയഗ്നോസ്റ്റിക് ഇന്റെ ഏരിയാസ് ആണ് മേജർ ഡിസോർഡേഴ്സ്. സൈക്കോ ഡയഗ്നോസ്റ്റിക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മേജർ ഡിസോർഡേഴ്സ് ആണ് ഈ പറഞ്ഞ ഇത്രയും ഈ പോയിന്റ്സ്.
ഇനി ഇതിനകത്ത് വേറൊന്ന് പറയുന്നത് പ്രധാനമായിട്ട് സ്റ്റേജസ് ഇൻ സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് ഉണ്ട്. ആ സ്റ്റേജസ് ഏതൊക്കെയാണുള്ളത്? പേജ് നമ്പർ 28. അത് എങ്ങനെ, അതായത് ഈ സൈക്കോ ഡയഗ്നോസ്റ്റിക് നമ്മളിപ്പോൾ കുറേ നേരമായിട്ട് പറയുന്നു ഇങ്ങനെ ഡയഗ്നോസ് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അതിന് കുറച്ച് സ്റ്റേജസ് ഉണ്ട്. അത് സൺബർഗ് ആൻഡ് ടൈലർ 1962 ഡിസ്ക്രൈബ് ചെയ്യുന്നത് അതിനൊരു പ്രിപ്പറേഷൻ വേണം ആദ്യം. എങ്ങനെയാണ് അത് ആദ്യം പറഞ്ഞു, പേഷ്യന്റെ പ്രോബ്ലം നോക്കണം, എന്താണ് ചെയ്യുന്ന ഒരു പ്രിപ്പറേഷൻ വേണം. പിന്നെ അതിനകത്തൊരു ഇൻപുട്ട്, അതായത് ഡ്യൂറിങ് വിച്ച് ഡേറ്റ അബൌട്ട് പേഷ്യൻസ് ആൻഡ് ദിസ് സിറ്റുവേഷൻ ആർ അലോക്കേറ്റഡ്. ആ പേഷ്യന്റിന്റെ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് നമ്മൾ ആ പേഷ്യന്റിന്റെ ഡേറ്റ എടുക്കുക. അതാണ് അതിനകത്തോട്ട് ഇടുന്ന നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. പിന്നെ പ്രോസസ്സിങ്ങിന് എന്താ ചെയ്യുന്നത്? ഡ്യൂറിങ് വിച്ച് ദ മെറ്റീരിയൽ കളക്റ്റഡ് ഇതോ കിട്ടുന്ന കാര്യത്തിനെ ഓർഗനൈസ് ചെയ്യണം. ആ ഓർഗനൈസ് ആണ് നമ്മൾ ആദ്യം അസസ്മെന്റിന്റെ ആ സ്റ്റേജസ് പറഞ്ഞത്. നമ്മൾ ഹിസ്റ്ററി എടുത്തു, ഫാമിലി ഹിസ്റ്ററി എടുത്തു, ഡെവലപ്മെന്റൽ ഹിസ്റ്ററി എടുത്തു. അപ്പൊ നമുക്ക് കിട്ടിയതിനെ നമ്മളിങ്ങനെ സോർട്ട് ചെയ്യും. അപ്പൊ ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ചൈൽഡ്ഹുഡിനകത്തുള്ളതാണ്. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ജോലിയുടെ കാര്യം അവർ പറയുമായിരിക്കും, ജോലിക്ക് പോകുന്നില്ലെന്ന്. അപ്പൊ അത് ഒക്കുപേഷനകത്തോട്ട് ഇടണം. നമുക്ക് കിട്ടുന്ന ഡേറ്റയെ കിട്ടിയിട്ട് നമ്മൾ ഈ ക്രൈറ്റീരിയ നമ്മൾ മനസ്സിൽ നല്ല വ്യക്തമായി പഠിക്കണം. ആദ്യം പ്രസന്റ് പ്രോബ്ലം ആണ്, പിന്നെ ഹിസ്റ്ററി ഓഫ് ദ പ്രസന്റ് പ്രോബ്ലം ആണ്, പിന്നെ ഡെവലപ്മെന്റൽ ഹിസ്റ്ററി ആണെന്ന് പറയാം. അപ്പൊ അവരിങ്ങനെ പോയി പറയുന്നതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ നോട്ട് ചെയ്ത് എല്ലാം ഇങ്ങനെ പകർത്തി എഴുതാൻ പറ്റില്ല. നമുക്ക് എന്നിട്ട് ഈ എഴുതിക്കൊണ്ടിരുന്ന പേഷ്യന്റിനും ബോറടിക്കും. നമ്മള് ചിലർക്ക് പാരനോയ്ക്കൊക്കെ വന്നാൽ ഒന്നും എഴുതാൻ പറ്റില്ല കേട്ടോ. അവർ ചോദിക്കും ഇതെന്തോ എഴുതുന്ന, ആരെ കാണിക്കാനും ചോദിക്കും. പാരനോയ്ക്കാനാണെങ്കിൽ അവർ പറയാം അപ്പൊ നിങ്ങൾ ടെററിസ്റ്റിന് കൊണ്ട് കൊടുക്കാനാണോ, ഇത് എന്നെ ആക്രമിക്കാനാണോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും എഴുതിയെടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ മൈൻഡിൽ എഴുതേണ്ടി വരും. ചിലപ്പോൾ പേഷ്യന്റിന്റെ ഫേസിൽ നമ്മൾ നോക്കും, പക്ഷെ നമ്മൾ കാണാണ്ട് മടിയിലൊക്കെ വെച്ച് എഴുതേണ്ടി വരും ചില കേസസിലൊക്കെ. അന്നേരം നമ്മളിങ്ങനെ കളക്ട് ചെയ്യുന്ന ഡേറ്റ് പിന്നെ നമ്മളത് ഓർഗനൈസ് ചെയ്ത് എഴുതണം ഈ രീതിയിൽ. അത് പ്രോസസ്സിങ് പറയുന്ന ഡ്യൂറിങ് വിച്ച് ദ മെറ്റീരിയൽ കളക്റ്റഡ് എന്താണോ നമുക്ക് കിട്ടിയത് അതിനെ നിങ്ങൾ ഓർഗനൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് എഴുതണം. പിന്നെ ഔട്ട്പുട്ടിങ്ങിന് ഡ്യൂറിങ് വിച്ച് ദ റിസൾട്ട് സ്റ്റഡിങ് ഓഫ് ദ പേഴ്സൺ ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ആൻഡ് ഡിസിഷൻസ് ടു ഫർദർ ക്ലിനിക്കൽ ആക്ഷൻ. പിന്നെ ആ രീതിയിൽ ഇതിനെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, അതായത് ഏത് തെറാപ്പി ഉപയോഗിക്കാം, ആരെ റെഫർ ചെയ്യണം, ആ രീതിയിൽ നമ്മളതിനെ ഔട്ട്പുട്ടാക്കി എടുക്കണം. പിന്നെ അതിനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഇൻ സൈക്കോ ഡയഗ്നോസ്റ്റിക് ഇത് ഓൾറെഡി നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ക്ലയന്റിന്റെ നെയിം, ഏജ്, ഡേറ്റ് അതെല്ലാം എഴുതുക. പിന്നെ സമ്മറൈസ് ചെയ്യണം, അവരുടെ എങ്ങനെയാണ് ആ പേഷ്യന്റ് വന്നതിൻ്റെ ഉള്ള ജനറലായിട്ട് കിട്ടിയ ഇൻഫർമേഷൻ നമ്മൾ സമ്മറൈസ് ചെയ്യണം. പിന്നെ ആ ഇന്റർവ്യൂവിലൂടെ നമ്മൾ അതിനെ ഡീറ്റെയിൽസിനെല്ലാം ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. ഫോർത്ത് പോയിന്റ് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുന്ന യുവർ ഒബ്സർവേഷൻ ഓഫ് ദ ക്ലൈന്റ് ഡ്യൂറിങ് ടെസ്റ്റ്. നിങ്ങളുടെ ഒബ്സർവേഷൻ കേട്ടോ, അത് പ്രധാനമാണ്. നിങ്ങളത് എഴുതണം. നിങ്ങൾ അവർ പറയുന്നത് മാത്രവും വീട്ടുകാർ പറയുന്നത് മാത്രമൊന്നും അല്ല, നിങ്ങൾ ഒബ്സർവ് ചെയ്ത കാര്യവും പറയേണ്ടതുണ്ട്. പിന്നെ എന്തൊക്കെ ടെസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്തു. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, വിസ്ക് ഉപയോഗിച്ചോ, അതോ വെയ്സ് ഉപയോഗിച്ചോ, അതോ മിനിസോട്ട് ഉപയോഗിച്ചോ, അതോ കളർ പ്രോഗ്രസ് ഉപയോഗിച്ചോ, എന്ത് ടെസ്റ്റാണ് നിങ്ങൾ ഉപയോഗിച്ചത് ഇത് അസസ് ചെയ്യാൻ അതും വേണം. പിന്നെ ഇന്റർപ്രറ്റ് ദ ടെസ്റ്റ് റിസൾട്ട് എഴുതണം. മനസ്സിലായല്ലോ, നേരത്തെ പറഞ്ഞല്ലോ വിസ്ക് ഇന്റർപ്രറ്റ് ചെയ്തു, ഓക്കെ ഇത്രയും ചെയ്തപ്പോൾ ആ വ്യക്തിക്ക് വെർബൽ ഐക്യു ഇത്രയുണ്ടെന്ന് മനസ്സിലായി, പെർഫോമൻസ് ഐക്യു ഇത്രയുണ്ടെന്ന് മനസ്സിലായി, ആ രീതിയിൽ. പിന്നെ മെന്റൽ സ്റ്റേറ്റസ് എക്സാമിനേഷനുമാണ് പ്രധാനമായിട്ട് അടുത്തത് വരുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ ഡയഗ്നോസ് ചെയ്യാനായിട്ട് DSM-4TR ഉപയോഗിക്കും. അതായത് ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ എന്ന് പറയുന്ന ഒരു, നമ്മൾ ചുമ്മാ ഡയഗ്നോസ് ചെയ്യല്ല, നമ്മളെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അസോസിയേഷൻസ് ഉണ്ട്, അമേരിക്കൻ അസോസിയേഷൻ ഉണ്ട്. അവർ പറയുന്നുണ്ട് ഈ നമ്മൾ ബൈപോളർ എന്ന് പറയുമ്പോൾ ഇന്ന ഇത്ര സിംറ്റംസ് കാണിക്കണം, ഇത്ര സിംറ്റംസ് വേണം. ഇപ്പൊ ഡിപ്രഷൻ, ആരോടും സംസാരിക്കുന്നില്ല, എത്ര നാള്, 6 മാസമാണ്, കണ്ടിന്യൂസ് ആയിട്ട് 6 മാസമാണ്, അതിനിടയിൽ എന്തൊക്കെയാണ് എന്നുള്ളത് ക്രൈറ്റീരിയ എഴുതി വെച്ചതുണ്ട്. അതാണ് DSM-4TR ബുക്സ് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ അവർ ഇത്ര സിംറ്റംസ് ഉണ്ട് എന്നുണ്ട്, നമ്മുടെ പേഷ്യന്റിന്റെ കാര്യവും ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയ വ്യക്തിക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന്. അതുപോലെയാണ് ICD.
ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസോർഡേഴ്സ്. അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1992 ചെയ്തത്. അപ്പം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഡയഗ്നോസ് എഴുതുമ്പോൾ പ്രൊഫഷണൽ ഡയഗ്നോസ് നമ്മുടെ ഇഷ്ടത്തിന് എഴുതാൻ പറ്റില്ല. നമ്മൾ കളക്ട് ചെയ്ത കാര്യങ്ങളെല്ലാം വച്ചിട്ട് ഈ സിംറ്റംസ് DSM-4 TR, ഇപ്പം DSM-5 വരാറായി, DSM-4 TR-ഉമായിട്ടോ ICD-10-ഉമായിട്ടോ മാച്ച് ചെയ്യുന്നോ നോക്കിയിട്ട് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ICD-10-ന് നമ്പർ പറയും. ഇപ്പൊ ലേണിംഗ് ഡിസബിലിറ്റിക്ക് ഒരു നമ്പറുണ്ട്, ഓട്ടിസത്തിന് ഒരു നമ്പറുണ്ട്, ഡിപ്രഷന് ഒരു നമ്പറുണ്ട്. ആ നമ്പർ കൂടി കോട്ട് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അഡ്വക്കേറ്റ്സ് കേസ് ഫയൽ ചെയ്യുമ്പോൾ അവർക്ക് ഓരോ നമ്പേഴ്സ് ഉണ്ടല്ലോ, അതുപോലെ നമുക്കും ഈ ബുക്സ് റെഫർ ചെയ്യുമ്പോൾ നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പർ വെച്ച് നമ്മൾ ഇന്ന സിംറ്റംസ് എന്ന് എഴുതിയതിന് ശേഷം പ്രൊഫഷണൽ ഡയഗ്നോസിസ് അക്കോർഡിംഗ് ടു ICD-10 ഇന്നതൊക്കെയാണ് കാണുന്നത്, അതുകൊണ്ട് നമ്മളിത് ഡയഗ്നോസ് ചെയ്യുന്നു. ആ രീതിയിലാണ് നമ്മൾ അതിൻ്റെ ലാസ്റ്റ് റിപ്പോർട്ട് എഴുതേണ്ടത്. പിന്നെ പ്രധാനമായിട്ട് ദ സൈക്കോ ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് ഓഫ് ചിൽഡ്രൻ ആണ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യമേ, മെന്റൽ ചലഞ്ചസ്, ലേണിംഗ് ഡിസബിലിറ്റി, ഓട്ടിസം, ഡിപ്രഷൻ, ആൻസൈറ്റി, അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ, കണ്ടക്ട് ഡിസോർഡർ പറഞ്ഞതായിരുന്നു. ഇനി ഈ സൈക്കോളജിക്കൽ അസസ്മെന്റ് ചെയ്യാനായിട്ട് ചില തിയറീസ് ഉണ്ട്, സൈക്കോ അനാലിറ്റിക് തിയറീസ് ഉണ്ട് അസസ്മെന്റ് ആൻഡ് ഡയഗ്നോസിസ് ചെയ്യുന്നതിന്. അതിനകത്ത് പ്രധാനമായ തിയറികളാണ് ആൽജിരിയൻ തിയറി, എക്സ്റ്റൻഷണൽ തിയറി, പേഴ്സൺ സെന്റേർഡ് തിയറി, ജസ്റ്റാർ തിയറി ആൻഡ് ബിഹേവിയർ തിയറി. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് മെന്റൽ സ്റ്റേറ്റസ് എക്സാമിനേഷൻ ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. മെന്റൽ സ്റ്റേറ്റസ് എക്സാമിനേഷൻ എങ്ങനെ എടുക്കണം എന്നുള്ളത്, അത് അതിനകത്ത് പേജ് നമ്പർ 33. അതായത് ഒരു വ്യക്തി വന്നിരിക്കുമ്പോൾ ആദ്യം ആ വ്യക്തിയുടെ അപ്പിയറൻസ്, ആ വ്യക്തി ഷാബി ആണോ, പ്രോപ്പർ ഡ്രസ്സിങ് ആണോ, പ്രോപ്പർ സിറ്റിംഗ് ആണോ, ഇതെല്ലാം എഴുതണം. അപ്പിയറൻസ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, ഈ ട്രീറ്റ്മെന്റിന് വില്ലിങ് ആണോ, അവരുടെ അത് നമ്മുടെ സൈക്കോളജിസ്റ്റിനോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, റാപ്പോ പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയോ, ഐ കോണ്ടാക്ട് എങ്ങനെയായിരുന്നു, ഇതൊക്കെ അപ്പിയറൻസിനകത്ത് വരുന്നതാണ്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഡ്രസ്സ്, ഗ്രൂമിങ്, സൈൻ ഓഫ് ഇൽനെസ് ഒക്കെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, കോപ്പറേറ്റീവ് ആയിരുന്നോ എന്നൊക്കെ പറയും. പിന്നെ വ്യക്തിയുടെ മൂഡ് ആൻഡ് എഫക്റ്റ് എങ്ങനെയാണ്, അതായത് മൂഡ് ചിലപ്പം വ്യക്തി പറയുകയും ചെയ്യും, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു വ്യക്തിയുടെ മൂഡ്, എങ്ങനെയാണ് വ്യക്തിയുടെ ആഫക്റ്റ്. പിന്നെ സ്പീച്ച്, അത് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ടോൺ എങ്ങനെയായിരുന്നു, ചിലരിങ്ങനെ ലിസ്പിംഗ് ടോക്കൊക്കെ ആയിരിക്കും. പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തിയാണ്. ഇപ്പം ഞാൻ വേറൊരു പേഴ്സൺ ആയിട്ടാണ് വരുന്നതെങ്കിൽ, ഇപ്പം എൻ്റെ മനസ്സിനകത്ത് ഞാനൊരു ദൈവികമാണ് എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ചിലപ്പോൾ ആ രീതിയിലായിരിക്കും എൻ്റെ കമ്മ്യൂണിക്കേഷൻ. അപ്പം അങ്ങനത്തെ ഒക്കെ ടോൺ എങ്ങനെയായിരുന്നു, പിന്നെ എന്താ പറയുക, സ്ലേർഡ് സ്പീച്ച് ആയിരുന്നോ, ഓഡിബിൾ ആയിരുന്നോ, റിലവൻ്റ് ആണോ പറഞ്ഞത്, അതാണ് പ്രധാനം കാര്യം. നമ്മൾ ചോദിക്കുന്നതിന് ഉത്തരമാണോ പറയുന്നത്. ഇപ്പൊ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ പറയാം, ഇന്നലെ ഇവിടെ ആക്സിഡന്റ് ഉണ്ട്, അപ്പൊ ഇറലവന്റ് ടോക്കാണ്. ഇപ്പൊ റിലവൻ്റ് ആയിട്ടുള്ള ടോക്കാണോ, കോംപ്രിഹെൻഡ് ചെയ്യുന്നുണ്ടോ നമ്മൾ പറയുന്നത്, അത്തരത്തിൽ നമ്മൾ സ്പീച്ച് എഴുതും. പിന്നെ തോട്ട്സ്, അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതാണ് ഡെലൂഷൻ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഇപ്പൊ പറയാണ്, ദൈവം ഇന്നലെ വന്ന് എന്നോട് സംസാരിച്ചു, നീ നാളെ ട്രീറ്റ്മെന്റിന് പോകണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഡെലൂഷനിൽ തന്നെ കുറേ തോട്ട്സ് ഉണ്ട്, പെർസിക്യൂഷൻ തോട്ട്സ്, വേറെ ഒത്തിരി ഉണ്ട്. അപ്പൊ ഇത്തരത്തിലൊക്കെ ഉള്ള ഡെലൂഷൻ തോട്ട്സുകളുണ്ടോ, സൂയിസൈഡൽ ഐഡിയാസ് ഉണ്ടോ എന്നുള്ളത്
പിന്നെ ഹാലുസിനേഷൻ, ചെവിയിൽ ഇങ്ങനെ വെറുതെ ശബ്ദങ്ങൾ കേൾക്കുക, കാതിൽ വന്ന് ആരോ സംസാരിക്കുക, ഹാലുസിനേഷൻ പറയും. ഇല്യൂഷൻ, മുന്നിൽ ആരോ വന്ന് നിൽക്കുന്നു, ആ വ്യക്തിയാണ് എന്നെ നിയന്ത്രിക്കുന്നത്, ഇത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നത്, അതൊക്കെ ഹാലുസിനേഷൻ, ഡെലൂഷൻ എന്നുള്ള കാര്യങ്ങൾ വരണം. പിന്നെ പെർസെപ്ഷൻ ആണ് ഹാലുസിനേഷൻ, ഇല്യൂഷൻ. പിന്നെ അലേർട്ട്നെസ്, വ്യക്തി അലേർട്ടാണോ, നമ്മൾ ചോദിക്കുന്നതിന് ഉള്ള കാര്യങ്ങൾ പറഞ്ഞത്. മെന്റൽ സ്റ്റേറ്റസ് എക്സാമിനേഷൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ നിങ്ങളുടെ ഇത് പ്രോജക്റ്റിനകത്ത് കേസ് സ്റ്റഡി, എനിക്ക് തോന്നുന്നു 5 or 6 കേസ് സ്റ്റഡി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം പ്ലേസ്മെന്റിന് പോകുമ്പം. അന്നേരം വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു ഇവാലുവേഷൻ ബുക്ക് തന്നെ നിങ്ങൾക്ക് ഇവാലുവേഷൻ ചെയ്യാനുണ്ട്. ഇതിനകത്ത് മെന്റൽ സ്റ്റേറ്റസ് എക്സാമിനേഷൻ വളരെ കൃത്യമായിട്ട് അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പം അത് പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ വരുന്നെങ്കിൽ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലി വാട്സപ്പിലോ ഒക്കെ ചോദിക്കാം കേട്ടോ. ക്ലാസ് കഴിഞ്ഞതുകൊണ്ടെന്നല്ല, പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, വിളിച്ചിട്ടോ മെസ്സേജ് ചെയ്തിട്ടോ ഒക്കെ ചോദിക്കാം. അപ്പൊ അതുപോലെ ഓറിയന്റേഷൻ, അത് പ്രധാനമാണ്. നിങ്ങളിപ്പോൾ എവിടെയായിരിക്കുന്നത്, ഇപ്പൊ ഏകദേശം എത്ര സമയമായി, എന്താ കഴിച്ചത് എന്നൊക്കെ ഉള്ള വ്യക്തി ഓറിയന്റഡ് ആണോ, അത് പ്രധാനമാണ്. ഓറിയന്റഡ് ആണോ വ്യക്തി, കാരണം എന്നാലും നമുക്ക് വ്യക്തിയുടെ പ്രസന്റ് സിറ്റുവേഷൻ മനസ്സിലാകത്തുള്ളൂ. പിന്നെ കോൺസെൻട്രേഷൻ, ചെറിയൊരു സിമ്പിൾ കണക്ക് ചോദിക്കാം. 5+3 എത്രയാണ്, ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ. പിന്നെ റിമോട്ട് മെമ്മറി എങ്ങനെയാണ്, പ്രസന്റ് മെമ്മറി എങ്ങനെയാണ്, ലാംഗ്വേജ്, കാൽക്കുലേഷൻ, ഈ രീതിയിൽ നമുക്ക് വ്യക്തിയുടെ അലേർട്ട്നെസ്സും കാര്യങ്ങളും എടുക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയതിന് ശേഷം വ്യക്തിക്ക് എത്രത്തോളം ഈ അസുഖത്തിനെ പറ്റി ഒരു ധാരണയുണ്ട്, ഇപ്പോൾ ഇൻസൈറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കും. പിന്നെ ജഡ്ജ്മെന്റ് നോക്കും, ജനറൽ നോളേജ് നോക്കും, അബ്സ്ട്രാക്ട് തോട്ട്സ് നോക്കും. ഇങ്ങനെ വ്യക്തിയുടെ മെന്റൽ സ്റ്റേറ്റസ് എക്സാമിനേഷൻ, ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ MSc ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പ്ലേസ്മെന്റ് ഒക്കെ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അവിടുത്തെ ഡോക്ടേഴ്സും തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. എനിക്ക് തോന്നുന്നു യൂണിറ്റ് 8:35 ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് 3 കൂടി അങ്ങ് തീർക്കാം. ശാലേ കണ്ടിന്യൂ പറയൂ. യെസ് മാം. ഓക്കെ. യൂണിറ്റ് 3 ബാറ്ററീസ് ഓഫ് ടെസ്റ്റ് ആൻഡ് അസസ്മെന്റ് ഓഫ് ഇന്റർവ്യൂ ആണ് പ്രധാനമായിട്ട് പറയുന്നത്. അതിനകത്ത് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് യൂണിറ്റ് യു വിൽ ബി ഏബിൾ ടു ഡിഫൈൻ ദ ടെസ്റ്റ് ബാറ്ററി. അതായത് ഇങ്ങനെ നമ്മൾ പറയുന്ന കുറച്ച് ടെസ്റ്റ് ബാറ്ററീസിനെ പറ്റിയാണ്. അതായത് അസസ്മെന്റ് ഇന്റർവ്യൂ, ഡിസ്ക്രൈബ് ദ സ്കിൽ ആൻഡ് ടെക്നിക് നീഡ് ടു അസസ്മെന്റ് ഇന്റർവ്യൂ, എക്സ്പ്ലെയിൻ ദ ഫോർമാറ്റ് ഓഫ് ഇന്റർവ്യൂ, ഡിസ്ക്രൈബ് ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ. ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഇന്റർവ്യൂ, അതായത് ഇന്റർവ്യൂ ചെയ്തിട്ടാണല്ലോ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് പ്രധാനമായിട്ട് അസസ്മെന്റ് ഇന്റർവ്യൂ എന്താണ്? ദിസ് ബാറ്ററി ഇസ് എ ടേം often used under test title. A battery is a group of several tests or subtests that are administered at one time to one person. ചില ടെസ്റ്റ് ബാറ്ററികൾ നമ്മൾ ഒരു പ്രാവശ്യം മാത്രം ഒരു ടൈമിൽ ഒരു പേഴ്സണെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ദ ടേം ബാറ്ററി ഈസ് ഓൾസോ യൂസ് ഇവിടെ battery is a group of several tests or subtests that are administered at one time to one person. അത് ബാറ്ററി എന്ന് പറയുന്നത് അസസ്മെന്റ് ഇന്റർവ്യൂവിനകത്ത് ബാറ്ററീസ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒന്നല്ല ഒന്നിലധികം കാര്യങ്ങളെ ചേർത്ത് വെച്ച് നമ്മൾ ചെയ്യുമ്പോഴാണ് അതിനൊരു ബാറ്ററി എന്ന് പറയുന്നത്. ഈ സൈക്കോളജി ഫീൽഡിനകത്ത് ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ദ ടേം ബാറ്ററി ഈസ് ഓൾസോ യൂസ് ടു designate any group of individual tests specifically selected by psychologists for use with given collection. അതായത് നമ്മളിപ്പം ഇന്റലക്ച്വൽ ഫംഗ്ഷനും നോക്കും, പേഴ്സണാലിറ്റിയും നോക്കും, ചിലപ്പോൾ അവിടെ മോട്ടോർ ഫംഗ്ഷനും നോക്കും. അപ്പം ഞാനിത് നോക്കാം, ഒരു 3, 4, 5 ടെസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കും. അന്നേരം ഞാൻ അതിനെ പറയുന്നത് ഒരു ബാറ്ററി ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി പ്രധാനമായിട്ട് അടുത്ത വീണ്ടും സ്കിൽസ് ആൻഡ് ടെക്നിക്. ഇത് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ടെസ്റ്റ് ബാറ്ററീസും കാര്യങ്ങളും ചെയ്യണമെങ്കിൽ എന്തൊക്കെ സ്കിൽസ് ആൻഡ് ടെക്നിക്ക് വേണം? പേജ് നമ്പർ 43 പ്രധാനമായി ഞാൻ നേരത്തെ പറഞ്ഞു റാപ്പോ, ക്ലയന്റിന്റെ സഹകരണം കിട്ടാതെ ഒരു പരിപാടിയും നടക്കത്തില്ല. ഇപ്പൊ ചിലപ്പം അത് പറയാൻ പറ്റില്ല, ചില വൈബുണ്ട്. ചിലപ്പോൾ ഫസ്റ്റ് സെഷനിൽ തന്നെ അവർക്ക് നമ്മളുടെ അടുത്ത് ഒരു ഇംപ്രഷൻ ഉണ്ടാവില്ല, അവർ വരില്ല. ചിലപ്പോൾ ഒരു ട്രീറ്റ്മെന്റും ഇന്ന് പോണ്ടാന്ന് പറയുന്നവർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് റെഗുലറായിട്ട് വരും. അപ്പൊ റാപ്പോ ഉണ്ടാക്കുക, അതായത് പേഷ്യന്റിന് കംഫർട്ട് തോന്നണം. ഈ വ്യക്തിയുടെ അടുത്ത് വന്നാൽ ഈ വ്യക്തിക്ക് ഞാൻ നിങ്ങളെ സഹായിക്കുകയോ ഇല്ല എന്നുള്ള കാര്യം വേറെ,
അതിന്റെ പ്രധാന തോട്ട്സ് ഈ വ്യക്തി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ, ഈ വ്യക്തിക്ക് ഞാൻ പറഞ്ഞതുപോലെ മനസ്സിലാകുന്നുണ്ടോ, അതാണ് പ്രധാന കാര്യം. അത് വളരെ പ്രധാനമാണ്. നിങ്ങൾ പറയുന്ന ഒരു പേഷ്യന്റ് വന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണില്ല എന്ന് അയാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ വരില്ല, സെഷന് വരില്ല. അപ്പം അയാൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതും അയാൾക്കത് പറയാനായിട്ട് തോന്നണം നിങ്ങളോട്. നമുക്ക് എപ്പോഴും എല്ലാവരുടെ അടുത്തും ഒരു റാപ്പോ വരില്ല, നമ്മൾ വളരെ ഇതാണ്, നമ്മളും അങ്ങനെ തന്നെയല്ലേ. അപ്പൊ ആ പേഷ്യന്റിന്റെ കാര്യത്തിൽ വളരെ പെർട്ടിക്കുലർ ആണ് അവര്. പൊതുവേ ഒരു ട്രീറ്റ്മെന്റിന് വരാൻ ബില്ലിങ് ആകാത്ത ആൾക്കാരായിരിക്കും. അപ്പൊ വരുവാണെങ്കിൽ ഈ റാപ്പ് ബിൽഡ് ചെയ്തെടുക്കുക. ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാൻ പറ്റും, നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ ലിസൺ ചെയ്യുന്നു എന്നുള്ളൊരു തോട്ട്സ് വന്നാൽ മാത്രമേ ആ റാപ്പ് കറക്റ്റ് ആവുള്ളൂ. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് അറ്റൻഷൻ. ഫസ്റ്റ് പ്രൊഫഷണൽ മസ്റ്റ് ബി അറ്റൻറ്റീവ് ആയിരിക്കണം. ഹി ഓർ ഷീ മസ്റ്റ് ഫോക്കസ് കംപ്ലീറ്റ് അറ്റൻഷൻ ഉണ്ട്. അതാണ് നിങ്ങൾ അറ്റൻറ്റീവ് ആയിരിക്കണം. അതിൻ്റെ ഇടയിൽ ഇപ്പൊ എപ്പോഴും എല്ലാവർക്കും മൊബൈലാണ്, പക്ഷെ അതിൻ്റെ ഇടയിൽ മൊബൈൽ വരിക, നിങ്ങൾ വേറെ എവിടെയെങ്കിലും ചിന്തിച്ചിരിക്കുക, ഇന്ററപ്ഷൻ വരിക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു വൈബ് പോവും, ഒരു ഫ്ലോ പോവും. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കണം. ഈ ജെസ്റ്റാൾട്ട് തെറാപ്പിയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഒരു മൂമെന്റ്സിന് പോലും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അതായത് ഹോൾ നമ്മൾ അവരുടെ അറ്റൻറ്റീവ് തന്നെ ആയിരിക്കണം എന്നൊരു ഇതാണ് ജെസ്റ്റാൾട്ടിനകത്തൊക്കെ കേട്ടോ. അപ്പം അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് അറ്റൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രണ്ട്ലി പോസ്ചർ ആയിരിക്കണം. നമ്മളെ തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുവാണെങ്കിൽ, നമ്മൾ വളഞ്ഞു കുത്തി നമ്മളെ തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുവാണെങ്കിൽ ആ വരുന്ന ക്ലയന്റിന് ഒരു കോൺഫിഡൻസും തോന്നില്ല. അപ്പം നിങ്ങളുടെ പോസ്ചറും ഇമ്പോർട്ടൻ്റ്. അത് നിങ്ങളുടെ കാര്യങ്ങളാണ്, നമ്മൾ ചെയ്യുന്നവരുടെയാണ് പ്രിൻസിപ്പിൾ ഓഫ് അറ്റൻഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഫ്രണ്ട്ലി പോസ്ചർ. ഓക്കെ, നമ്മൾ നല്ലപോലെ അവരുടെ ഐ കോണ്ടാക്ട് ചെയ്യണം, നമ്മളവരുടെ ഫേസിൽ നോക്കി വേണം ചോദിക്കാൻ, നമ്മളൊരു ഓപ്പൺ പോസ്റ്റലായിരിക്കണം. അല്ല നമ്മൾ ക്ലോസ് മടങ്ങി അവർക്കൊന്നും പറയാൻ പറ്റാത്തത് നമ്മൾ കൊണ്ട് സൈഡ് ചരിഞ്ഞൊക്കെ ഇരിക്കുവാണെങ്കിൽ അവർക്ക് ഒരു ഫ്രീ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ പോസ്ചറും നമ്മുടെ ഫേസും ഒക്കെ പ്രധാനമാണ്. പ്രിൻസിപ്പിൾ ഓഫ് ലിസണിങ്, അത് വളരെ പ്രധാനമാണ്. സൈക്കോളജിസ്റ്റ് ആക്റ്റീവ്ലി ആൻഡ് കറന്റ്ലി ലിസൺ ടു ദ പേഷ്യന്റ്, അലോയിങ് ഹിം ഓർ ഹെർ ടു ആൻസർ ക്വസ്റ്റ്യൻ വിത്ത് കോൺസ്റ്റന്റ് ഇന്ററപ്ഷൻ. നമ്മൾ പറയുമ്പോഴത്തേ അവരെന്താ നിൽക്കത്തു ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി നിങ്ങളല്ല, അവരുടെ ആൻസറിന് നമ്മൾ ക്വസ്റ്റ്യൻസിന് അവർക്ക് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഇന്ററപ്റ്റ് ചെയ്യാതെ കറക്റ്റ് ആൻസർ, അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കൂ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ചില കണ്ടീഷനിൽ പറയാം കേട്ടോ, നമുക്ക് നല്ലൊരു റാപ്പൊക്കെ ഇതൊക്കെ ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാം. അത് 5ാമത്തെ സെഷനിലോ 4ാമത്തെ സെഷനിലോ ഒക്കെ പറയാം, കേൾക്കൂ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ എന്ന് നമുക്ക് പറയാം. പക്ഷെ ആ റാപ്പ് ഉണ്ടാകണം. അതിന് മുന്നേ നിങ്ങളോട് മിണ്ടായിരിക്കും, ഞാൻ പറയുന്നത് കേൾക്കൂ എന്നൊക്കെ പറയാൻ പറ്റത്തില്ല. പകരം അവർ പറയുന്നത് നിങ്ങൾ കേൾക്കുകയാണ് വേണ്ടത്. പ്രിൻസിപ്പിൾ ഓഫ് ലിസണിങ് അതാണ്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ബീയിങ് നോൺ ജഡ്ജ്മെന്റൽ, ആരും കയറി കൊണ്ട് ജഡ്ജ് ചെയ്യരുത്. അതായത് ഇതിനകത്ത് സെഷൻ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും, വൈഫ് വന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും പിന്നെ അയ്യോ പാവം ഹസ്ബൻഡിന്, അയ്യോ ഇവർക്ക് പാവം ഹസ്ബൻഡ് ഭയങ്കര പ്രശ്നക്കാണല്ലോ എന്ന് തോന്നും. പക്ഷെ ഹസ്ബൻഡിന് വന്ന് കഴിയുമ്പോൾ നമുക്ക് തോന്നും അയ്യോ എന്താ ഇതെന്ന്. അപ്പം നമുക്ക് പറയുന്നത് മാത്രം വെച്ചും 1ാമത്തെ സെഷൻ വെച്ച് നമുക്ക് ജഡ്ജ് ചെയ്ത് കളയരുത്. ഇവരിങ്ങനെയാണ്, അയാൾ ഇങ്ങനെയൊക്കെയല്ലേ പറഞ്ഞു, അപ്പോൾ ഈ ലേഡി ഇങ്ങനെയായിരിക്കും, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കൃത്യമായിട്ട്, അതിനാണ് ഈ MSc ഒക്കെ എടുക്കുന്നത്. MSc എടുക്കുന്നതും ഒബ്സർവേഷൻ ചെയ്യുന്നതും ഇന്റർവ്യൂ ചെയ്യുന്നതും എല്ലാം അതിനാണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു ഡയഗ്നോസിലോട്ട് നോക്കുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ICD-10 DSM 40R ഒക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടിയ കാര്യവും ബാക്കി ക്രൈറ്റീരിയയും കൂടി മാച്ച് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ പ്രൊഫഷണലി ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു പകുതി വഴിക്ക് എത്തുമ്പോഴോ അല്ലെങ്കിൽ ഒരു ക്ലയന്റിന്റെ ബൈസ്റ്റാൻഡർ എന്ന് പറയുന്നത് കേട്ടിട്ടൊന്നും ജഡ്ജ്മെന്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് എംപതി ആൻഡ് റെസ്പെക്ട് ഓഫ് ദ പേഴ്സൺ. എംപത്തിക് ആയിരുന്നു, സിമ്പതി അല്ല. എംപത്തിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റലക്ച്വൽ ആയിട്ടായിരിക്കണം ഒരു വ്യക്തിയെ ചെയ്യേണ്ടത്. അവിടെ ഇമോഷന് വലിയ പ്രസക്തി വന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ്. എന്നിട്ട് നമ്മളിപ്പോൾ അവർ വന്ന് പറയുമ്പോൾ നമ്മൾ ഇമോഷണലായി നമുക്കും കരച്ചിൽ വരണു എന്ന് പറയുമ്പോൾ അവിടെ വർക്കൗട്ട് ആവില്ല. പക്ഷെ നമ്മൾ അതിനെ എംപത്തിക് വേയിലാണ്, നമ്മൾ ഇന്റലക്ച്വൽ ആയിട്ടാണ് വ്യക്തിനെ മനസ്സിലാക്കേണ്ടത്, ഇമോഷണൽ ആയിട്ടല്ല. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് എംപതി ആൻഡ് റെസ്പെക്ട് ഫോർ ദ പേഷ്യന്റ്. ഏത് വ്യക്തി വന്നോട്ടെ, എങ്ങനത്തെ ആള് വന്നാൽ ആ വ്യക്തിയെ റെസ്പെക്ട് ചെയ്യണമെന്നാണ്. ആ റെസ്പെക്ട് ഫോർ ദ പേഷ്യന്റ്, അതായത് ഈ വ്യക്തിക്ക് ചിലപ്പോൾ ഇപ്പം എന്താ പറയാ ചൈൽഡ് അബ്യൂസ് ഒക്കെ ചെയ്തിട്ട് വരുന്ന വ്യക്തിയെ നമുക്ക് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ റെസ്പെക്ട് ചെയ്യും. പക്ഷെ അത് മനസ്സിലാക്കേണ്ട, ചൈൽഡ്ഹുഡ് അബ്യൂസ് ആണെങ്കിൽ പോലും ഒന്നുകിൽ അയാൾക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്, അല്ലെങ്കിൽ അയാളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണ്,
അല്ലെങ്കിൽ അയാൾക്ക് പിന്നെന്താണ് ഡ്രഗ്സിന്റെ ആണ്. ഇതിൽ ഏതോ ഒരു ഘടകങ്ങളാണ് ആ വ്യക്തിയെ ഇങ്ങനെ ചൈൽഡ് അബ്യൂസിലോട്ട് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. പക്ഷെ ഈ കാര്യങ്ങൾ മാറ്റി വെക്കുമ്പോഴോ അയാൾക്ക് വേറെ എന്തോ ഒരു വശം കാണും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കണ്ടക്ട് ഡിസോർഡർ, ക്രിമിനൽ പിന്നെ ജീൻ ഉള്ളവർക്ക് ഒരു മാനസികമായിട്ടുള്ള ഒരു മാറ്റവും വരില്ല. അപ്പോഴും അവിടെ റെസ്പെക്ട് ചെയ്യണം. എന്താണ് ഈ വ്യക്തിക്ക് ജെനറ്റിക്ക് കയറി വന്നത് കൊണ്ടാണ് ആ വ്യക്തി ഇങ്ങനെയത്, അല്ലെങ്കിൽ അവരുടെ ഒരു നല്ല മനുഷ്യനാകാമായിരുന്നു. ആ രീതിയിലാണ് നമ്മൾ റെസ്പെക്ട് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ക്രിയേറ്റിംഗ് ആൻഡ് സപ്പോർട്ടീവ് പ്രൊഫഷണൽ അറ്റ്മോസ്ഫിയർ. ഒരു പ്രൊഫഷണൽ അറ്റ്മോസ്ഫിയർ ആയിരിക്കണം ഉണ്ടാക്കേണ്ടത്. നമ്മളിങ്ങനെ വന്ന ഉടനെ നമ്മുടെ വീട്ടിലെ കാര്യവും പറഞ്ഞ് നമ്മളൊരു ഫ്രണ്ട്ലി അതല്ല, നമുക്കൊരു പ്രൊഫഷണൽ നേച്ചർ ഉണ്ട്. പക്ഷെ അതിനകത്ത് നമ്മൾ ഫ്രണ്ട്ലി ഒക്കെ ആയിരിക്കും, പക്ഷെ ഒരു പ്രൊഫഷണൽ അറ്റ്മോസ്ഫിയർ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലാതെ 2 സെഷൻ കഴിഞ്ഞപ്പം അടുത്ത ദിവസം അവരെയും കുട്ടി കല്യാണിൽ പോയിട്ട് ഡ്രസ്സ് മേടിക്കാനായിട്ട് പോകാനായിട്ടുള്ളൊരു കാര്യം അല്ല എന്നാണ് പറയുന്നത്. പ്രൊഫഷണൽ ഡീലിങ്സും പ്രൊഫഷണൽ എത്തിക്സും വേണം. മനസ്സിലായോ? ഇനി അടുത്ത ഫോമാറ്റ് ഓഫ് ഇന്റർവ്യൂസ്. അതിനകത്ത് നിങ്ങൾക്ക് പേജ് നമ്പർ 47. അതിനകത്ത് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ പറയുന്നുണ്ട്, പിന്നെ സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആൻഡ് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. 3 ഇന്റർവ്യൂസ് ആണ് പ്രധാനമായിട്ട് പറയുന്നത്. സ്ട്രക്ചേർഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഫസ്റ്റ് വളരെ പ്രിപ്പയർഡ് ചെയ്തിട്ട് ഇപ്പം ഇന്റർവ്യൂ നമ്മൾ എഴുതി ഒക്കെ വന്ന് ചെയ്യുന്നത്. സെമി സ്ട്രക്ചർ നമ്മളൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും കുറച്ച് നമ്മൾ പ്രിപ്പയറുമാണ്, കുറച്ച് നമ്മുടേതായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ചില ടി വി പ്രോഗ്രാംസിൽ കുറച്ച് സ്ട്രക്ചേർഡാണ്, കുറച്ച് അവർ അന്നേരം ക്രിയേറ്റ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഇതും ഇത്തരത്തിൽ ക്ലയൻസിന്റെ കാര്യത്തിൽ ആ രീതിയിൽ വരും. പിന്നെ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂസ് പറയുമ്പോൾ എന്താണ്, ഒരു ഫോമലൊന്നുമില്ല, നമ്മളല്ലാത്ത രീതിയിൽ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇനി അടുത്ത പേജ് നമ്പർ 48 ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് ഉണ്ട്. എങ്ങനെയാണ് എടുക്കുന്നത്? ഇനിഷ്യൽ ഇൻടേക്ക് അസസ്മെന്റ് എടുക്കും. അത് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. മെന്റൽ സ്റ്റേറ്റസ് അസസ്മെന്റ് കൃത്യമായി പറഞ്ഞു. പിന്നെ ഈ ക്രൈസിസ് ഇന്റർവ്യൂ, അത് ഒരു കാര്യമുണ്ട്. ക്രൈസിസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സുനാമി വന്നു, കോവിഡ് വന്നു, ഇല്ലേ, അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ രീതിയിൽ, അത് എത്രയോ പേർക്ക് കോവിഡ് വന്നിട്ട് കുറേ മെന്റൽ ഇഷ്യൂസ് വന്നവരുണ്ട്. അപ്പൊ ക്രൈസിസ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അതൊരു സിറ്റുവേഷനിൽ ക്രൈസിസ് വരുമ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ആ അന്നേരത്തെ സമയം നോക്കിയിട്ട് ചെയ്യുന്ന ഇന്റർവ്യൂ ഉണ്ട്. പിന്നെ ഡയഗ്നോസ്റ്റിക് ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ പ്രോബ്ലം മനസ്സിലാക്കാൻ വേണ്ടി, അതിനാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് DSM-4 വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം കണ്ടുപിടിക്കാനായിട്ട് നടത്തുന്ന ഇന്റർവ്യൂ. ഇന്നതാണോ, ഈ ബൈപോളർ ആണോ അല്ലെങ്കിൽ ഓട്ടിസം ആണോ എന്ന് പറയാൻ വേണ്ടി, ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ആ ഡയഗ്നോസ്, ഇപ്പൊ ഓട്ടിസം ആണെന്ന് എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. കുട്ടിക്ക് പിന്നെ വ്യക്തികളായിട്ട് പെരുമാറാനാണോ പ്രശ്നം, പിന്നെ സ്നേഹം പ്രകടിപ്പിക്കാൻ പ്രോബ്ലം ഉണ്ടോ എന്നുള്ള രീതിയിൽ ആ ഓട്ടിസം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടിസത്തിന് അണ്ടറിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്റർവ്യൂ ചോദിച്ച് ആ ഓട്ടിസം ഡയഗ്നോസ് ചെയ്യുന്നതിനെയാണ് ഡയഗ്നോസ്റ്റിക് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡിസോർഡർ ആണെങ്കിൽ ആ ഡിസോർഡർ മനസ്സിലാക്കാനായിട്ട് അതിന്റെ അണ്ടറിൽ വരുന്ന സിംറ്റംസിനെ സ്പെസിഫൈ ചെയ്ത് അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ച് അത് മനസ്സിലാക്കി ആ അസുഖമാണെന്ന് നമ്മൾ തീർക്കുകയല്ല, നമ്മളത് കളക്ട് ചെയ്തിട്ട് DSM-4 അല്ലെങ്കിൽ ICD-10 വെച്ച് അസസ് ചെയ്ത് ഇന്നതാണ് എന്ന് മനസ്സിലാക്കി എടുക്കുന്നതാണ് ഡയഗ്നോസ്റ്റിക് ഇന്റർവ്യൂ. പിന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റഡ്, ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് കമ്പ്യൂട്ടർ വെച്ച്. നമ്മൾ നേരിട്ടല്ല, ഇപ്പൊ നമ്മൾ റിസർച്ച് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഗൂഗിൾ ഫോം അയച്ചു കൊടുക്കും, അതിനകത്ത് ഒരു ഫില്ല് ചെയ്യും. ഇപ്പൊ യോഗ ക്ലാസ് ഒക്കെ കമ്പ്യൂട്ടറിലൂടെ ഉണ്ടല്ലോ, അപ്പം അങ്ങനെ മോണിറ്റർ ചെയ്യും. ഇപ്പൊ മൈൻഡ്ഫുൾനെസ് തെറാപ്പി ഒക്കെ ആണെങ്കിൽ ചെയ്യുന്നു. അപ്പൊ ആ രീതിയിൽ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇന്റർവ്യൂസ് നമ്മൾ ചെയ്യുന്നു. ഇനി എക്സിസ്റ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ഫീൽഡ്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറയണേ, ഇപ്പം ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു കുട്ടി ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റിന് തോന്നുകയാണ് സ്പീച്ചിനും കൂടി കുട്ടിക്ക് പ്രശ്നമുണ്ട് എന്ന് വരുമ്പോൾ സ്പീച്ച് ഡിപ്പാർട്ട്മെന്റിൽ ഒരു സ്റ്റാഫ് വന്നിട്ട് അല്ലെങ്കിൽ സ്പീച്ച് പെത്തോളജിസ്റ്റ് വന്ന് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഈ കുട്ടിയോട് സംസാരിച്ച് ആ കാര്യങ്ങളും കൂടി മനസ്സിലാക്കി എടുക്കുന്നതാണ് എക്സിസ്റ്റ് ഇന്റർവ്യൂ.
അത് ഒരു അസുഖത്തിന് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ ഒന്ന് കഴിഞ്ഞതിന് ശേഷം പറയുമല്ലേ ഫിസിയോതെറാപ്പിസ്റ്റിനെ കൂടി കണ്ടോളൂ. നമ്മൾ പുതിയ കാർഡിയാക്ക് ആയിരുന്നു, പക്ഷേ കാർഡിയാക്കിന് ചെറിയൊരു പ്രോബ്ലം കാണുന്നുണ്ട്, അപ്പം ചിലപ്പോൾ ഒരു നമ്പ്നെസ് ലെഫ്റ്റ് പാർട്ടി വരാൻ സാധ്യതയുണ്ട്, അപ്പം ഒന്ന് ഫിസിയോതെറാപ്പി കൂടി ചെയ്തോളൂ എന്ന് പറഞ്ഞു പോലെ നമ്മുടെ കാര്യത്തിൽ ഒരു കാര്യത്തിൽ വന്നു, അപ്പം നമുക്ക് ഒരു തെറാപ്പി ആയിരിക്കും നല്ലതെന്ന് തോന്നി, പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾ വേണമെങ്കിൽ ഒരു നാച്ചുറോപ്പതി കൂടി കണ്ടോളൂ എന്ന് പറയുന്ന ആ തരത്തിൽ ആ ഒരു പ്രൊഫഷനും കൂടി നമ്മൾ ചെയ്ത് നോക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ്. അപ്പൊ അത് നാച്ചുറോപ്പതിക്കാരനോ അല്ലെങ്കിൽ സ്പീച്ച് പത്തോളജിസ്റ്റോ വന്ന് ഈ വ്യക്തിയെ അസസ് ചെയ്യുമ്പോൾ ഇന്റർവ്യൂ എടുക്കുമ്പോൾ അതിന് നമ്മൾ എക്സിസ്റ്റ് ഇന്റർവ്യൂ എന്ന് പറയും. അപ്പൊ അങ്ങനെ നമ്മൾ ഈ കാര്യം കൂടി കഴിഞ്ഞു. ഇനി ഒറ്റൊരു കാര്യവും കൂടിയേ ഉള്ളൂ. യൂണിറ്റ് 4-നകത്ത് പ്രധാനമുള്ളത് റിപ്പോർട്ട് റൈറ്റിംഗ് ആൻഡ് റെസിപ്പൻറ്റ് ഓഫ് ദ റിപ്പോർട്ട്. എങ്ങനെയാണ് നമ്മൾ ജനറൽ ഗൈഡ്ലൈൻസ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒരു റിപ്പോർട്ട് എഴുതുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. അതിനകത്ത് ആദ്യം ലെങ്ത് ഓഫ് ദ റിപ്പോർട്ടാണ് ജനറൽ ഗൈഡ്ലൈൻസ് എഴുതാൻ. ഇങ്ങനെ ഒരുപാട് എഴുതിക്കൊണ്ട് പോകാനല്ല, ഒരു 2-3 പേജ് മാത്രമേ ഒരു ലെങ്ത് എന്ന് പറയുന്നത് പാടുള്ളൂ. പിന്നെ ഡിഗ്രി ഓഫ് എംഫസൈസ്, എന്തൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് ഇതിനകത്ത് വേണ്ടത് എന്നുള്ളതാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചേർക്കണം എന്നുള്ളതാണ്. എന്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മെന്റൽ സ്റ്റേറ്റസ് എക്സാമിനേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് ദ പേഴ്സൺ ആയിരിക്കും. അപ്പൊ എന്താണ് അതിനകത്ത് ഊന്നൽ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ എഴുതേണ്ടത്. പിന്നെ റോ ഡേറ്റ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് സ്കോർസ്. റോ ഡേറ്റയും ക്വാണ്ടിറ്റേറ്റീവ് സ്കോർ എന്ന് പറഞ്ഞാൽ ഇന്റലിജന്റ് ടെസ്റ്റ് നമ്മൾ ചെയ്തു എന്ന് വെക്കുക. ഇപ്പൊ ഈ കുട്ടിയെ നോക്കി കുട്ടിക്ക് ഇന്റലക്ച്വൽ ഡെഫിഷ്യൻസി ആണോ തോന്നിയെങ്കിൽ നമ്മൾ അതിനകത്തൊരു IQ അസസ്മെന്റിന് ഏതെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചു ആ ടൂളിന്റെ സ്കോർ നമ്മൾ എഴുതുക, ആ ക്വാണ്ടിറ്റേറ്റീവ് സ്കോർ എഴുതുക. അല്ലെങ്കിൽ പേഴ്സണാലിറ്റി പ്രോബ്ലം ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ പേഴ്സണാലിറ്റി അസസ് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യനിയർ കൊടുത്തു, അതിനകത്ത് ആ അസസ്മെന്റ് ചെയ്ത് അതിൻ്റെ ഒരു സ്കോർ കൊടുക്കുക. ഇത് ആണ് റോ ഡേറ്റ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് സ്കോർസ്. പിന്നെ ക്ലയന്റിന്റെ ഫീഡ്ബാക്ക്. ലാസ്റ്റ് നമ്മൾ കഴിയുമ്പോൾ ക്ലയന്റിന് എന്താണ് തോന്നുന്നത്, എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ആദ്യത്തെ സെഷനോ രണ്ടാമത്തെ സെഷനോ തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ എന്ത് ഫീൽ ചെയ്യുന്നു, അത് നമ്മൾ എഴുതണം റിപ്പോർട്ടിനകത്ത്. പിന്നെ ഇത്രയും ഫോമാറ്റ് ഓഫ് സൈക്കോളജിക്കൽ റിപ്പോർട്ട് ഈ രീതിയിലാണ്. അതായത് ലെന്ത് ഒരുപാടല്ല, ഒരു 3-4 പേജ്. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതൊരു പ്രധാനമാണ്. പിന്നെ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതുണ്ട്. നമുക്ക് കിട്ടുന്ന റോ ഡേറ്റിംഗ് ക്വാണ്ടിറ്റേറ്റീവ് സ്കോർസ് എല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക, ക്ലയന്റിന്റെ ഫീഡ്ബാക്ക് ഉണ്ടാക്കുക. അപ്പൊ ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടൊരു സൈക്കോളജിക്കൽ റിപ്പോർട്ടിനകത്ത് എഴുതേണ്ടത്. പിന്നെ നിങ്ങളുടെ പേജ് നമ്പർ 64 സൈക്കോളജിക്കൽ ഇവാലുവേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പർപ്പസ് ഓഫ് ഇവാലുവേഷൻ, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, എങ്ങനെയാണ് വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ എടുക്കുക, മെന്റൽ സ്റ്റേറ്റസ് എക്സാമിനേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പേജ് നമ്പർ 65-നകത്തുണ്ട്. എങ്ങനെയാണ് ഇവാലുവേഷൻ ചെയ്യുന്നത്, അത് കഴിഞ്ഞ് എങ്ങനെയാണ് സമ്മറി റെക്കമെൻഡേഷൻ എഴുതുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ബ്ലോക്ക് 2-ലെ 4th യൂണിറ്റിലുള്ളത്. അപ്പം നമ്മളിപ്പം ബ്ലോക്ക് 1-ഉം ബ്ലോക്ക് 2-ഉം തീർത്തു. ഇനി നമുക്ക് ബ്ലോക്ക് 3-യും ബ്ലോക്ക് 4-ഉം ആണുള്ളത്. ബ്ലോക്ക് 3 നാളെ നമ്മൾ ഏകദേശം ഇതേ സമയം 6:30 മീറ്റ് ചെയ്യും. ഓക്കെ. പിന്നെ ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്താ ഗൂഗിൾ ഫോം ഇട്ട് തരാം. അതിനകത്ത് നിങ്ങൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് അയക്കണം കേട്ടോ. കേൾക്കുന്നുണ്ടോ ചന്ദ്രകല? കേൾക്കുന്നുണ്ടോ ആരെങ്കിലും? ഇതോ പോയോ? ഓക്കെ മാം. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ക്ലിയർഡ് ആണ്. പറയൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മൈൻഡപ്പ് ചെയ്യട്ടെ. ഇത്രയും സമയം ഇരുന്നതിന് താങ്ക് യു കേട്ടോ. നാളെ കൊണ്ട് പിന്നെ നമുക്ക് ഇനി ഒരു ക്ലാസ്സോ 2 ക്ലാസ്സും കൂടി കിട്ടുമായിരിക്കും. അപ്പൊ തീർക്കാം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പേഴ്സണലി വേണമെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ. മൈൻഡപ്പ് ചെയ്യട്ടെ. ഓക്കെ മാം. ബൈ. ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ്. ബൈ.
താങ്ക് യു.